നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ആദ്യം നമുക്ക് നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ന് ജൂൺ 25. ജനാധിപത്യത്തെ തുറങ്കിലടച്ച അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 ആണ്ട്. ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക്. പരസ്പരം ആക്രമിക്കാതെ ഇസ്രായേലും ഇറാനും. B-2 ബോംബറുകൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക. ഓപ്പറേഷൻ സിന്ധു താൽക്കാലികമായി നിർത്തി ഭാരതം. PM ശ്രീ പദ്ധതിയിൽ ഇന്ന് നിർണായക ചർച്ച. ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച ഉച്ചയ്ക്ക്. കൂടിക്കാഴ്ച മന്ത്രി V ശിവൻകുട്ടിയുടെ ചേംബറിൽ. ആക്സിയം 4 വിക്ഷേപണം ഇന്ന്. വിക്ഷേപണം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുക നാളെ വൈകിട്ട്. നിലമ്പൂരിലെ ദയനീയ പരാജയത്തിൽ CPM-ൽ കല്ലുകടി. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗത്തിന് MV ഗോവിന്ദനോട് കടുത്ത എതിർപ്പ്. CPM സെക്രട്ടേറിയറ്റ് ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടുന്നു. JSK ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജി സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച്. റിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തിരിമറിയിൽ ജീവനക്കാർക്കെതിരെ തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച്. യുവതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ലീഡ്സ് ടെസ്റ്റിൽ പൊരുതി തോറ്റ ടീം ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ ജയം 5 വിക്കറ്റിന്. 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് 2025 ജൂൺ 25. 1200-ാം ആണ്ട്. മിഥുനം 11 ബുധനാഴ്ചയാണ്. മകയിരം നക്ഷത്രമാണ് ഇന്ന്. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെയാണ്. ഇന്ദിരയും ഇരുണ്ട കാലവും. ഭരണഘടനാ ഹത്യയുടെ 50 ആണ്ട്. ഭരണകൂട ഭീകരത, പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും റദ്ദാക്കി സ്വതന്ത്ര ഭാരതത്തെ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ അമർത്തിയതിന്റെ 50-ാം വാർഷികം ഇന്ന്. 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1977 മാർച്ച് 21 വരെ 635 ദിവസങ്ങൾ ഭാരതം അനുഭവിച്ചത് ഇന്ദിരയുടെ ഫാസിസവും ഏകാധിപത്യവുമായിരുന്നു. രാജ്യമൊന്നാകെ തടവറയായി മാറുക. ആ രാജ്യത്തെ പൗരന്മാർ
തടവുപുള്ളികളും. അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? എന്നാൽ അങ്ങനെയൊന്ന് ഒരു രാജ്യത്ത് സംഭവിച്ചു. ആ രാജ്യത്തിൻ്റെ പേരാണ് ഭാരതം. ആയിരത്തി 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നാരായൺ അവർക്കെതിരെ നൽകിയ ഹർജിയായിരുന്നു അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി പദവി ദുരുപയോഗം ചെയ്തെന്ന ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി 1975 ജൂൺ 12 6 വർഷത്തേക്ക് അവരെ ലോക്സഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അയോഗ്യയാക്കി. 1975 ജൂൺ 24 ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതി വിധി ഉപാധികളോടെ സ്റ്റേ ചെയ്തു. ലോക് സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരായ പ്രക്ഷോഭം ശക്തമാകുന്നത് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി 1975 ജൂൺ 25 നേരം ഇരുട്ടി വെളുക്കും മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സ്വതന്ത്ര ഇന്ത്യയെ ഏകാധിപത്യത്തിന് കീഴിലാക്കി. കയ്യിൽ ഒരു ഭരണഘടനയുമായി ഇന്ത്യൻ ജനതയെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഒരൽപ്പം പിന്നിലേക്ക് പോകണം. തടവറകളിൽ, പോലീസ് ക്യാമ്പുകളിൽ ഇഞ്ചിഞ്ചായി ചതയ്ക്കപ്പെട്ടവരുടെ ആർത്തനാദം കേൾക്കാം. അതോർക്കുമ്പോൾ ഇന്നും തല പെരുക്കും. കരിനിയമം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ദേശീയ നേതാക്കളെ തുറുങ്കിലടച്ചു. ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, അശോക് മെഹ്ത്ത, രാജ് നാരായൺ, ചന്ദ്രശേഖർ എന്നിവരെ രാത്രി തന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കി. പൗരാവകാശങ്ങൾ എടുത്തു കളഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഉൾപ്പെടെ 26 സംഘടനകളെ നിരോധിച്ചു. മിസ, DIR എന്നീ കരിനിയമങ്ങൾ നിരങ്കുശം പ്രയോഗിച്ചു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഭാരതം അങ്ങനെയൊരു ഫാസിസ്റ്റ് തടവറയായി. രാജ്യത്താകമാനം, വിശേഷിച്ച് കേരളത്തിൽ പോലീസ് മർദ്ദനം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ച് പൈശാചിക താണ്ഡവം നടത്തി. സമരക്കാരെ നഗ്നരാക്കി നിലത്തിട്ട് ചവിട്ടി. സിഗരറ്റ് കൊണ്ട് മുഖം പൊള്ളിച്ചു. കറണ്ടടിപ്പിച്ചു. നഖങ്ങൾ പിഴുതെടുത്തു. നഖത്തിന്റെ ഇടയിൽ മുട്ടുസൂചി കയറ്റി. പിന്നെ സ്പെഷ്യൽ ഉരുട്ടലും. നിരവധി സമരഭടന്മാർ കൊല്ലപ്പെട്ടു. പലരും മർദ്ദനമേറ്റ് ജീവച്ഛവങ്ങളായി. കൊടിയ മർദ്ദനത്തിൽ മാനസിക നില തെറ്റിയവർ വേറെ. നിർബന്ധിത വന്ധ്യംകരണത്തിലും വെടിവെപ്പിലും മരിച്ചവർ അതിലും ഏറെ. പലരെയും പോലീസ് പിടികൂടി കൊണ്ടുപോയ ശേഷം കാണാതെയുമായി. അടിയന്തരാവസ്ഥയിൽ മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷം നിശബ്ദരായിരുന്നപ്പോൾ RSSന്റെയും ജനസംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള ലോക സംഘർഷ സമിതിയായിരുന്നു സമരത്തിൽ മുന്നിട്ട് നിന്നത്. നക്സലൈറ്റുകളും സോഷ്യലിസ്റ്റുകളും ഒപ്പം ചേർന്നു. രാജ്യമാകെ പ്രതിഷേധം അലയടിച്ചു. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിപതറിയ ഇന്ദിര 1977 ജനുവരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്നാൽ ജനരോഷം ബാലറ്റായി പെട്ടിയിൽ വീണതോടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി രാജ് നാരായണിനോടും സഞ്ജയ് ഗാന്ധി അമേഠിയിൽ രവീന്ദ്ര പ്രതാപ് സിംഗിനോടും പരാജയപ്പെട്ടു. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 1977 മാർച്ച് 24 മൊറാർജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായതോടെ ഇന്ദിരാഗാന്ധിയുടെ കിരാത ഭരണത്തിന് അറുതിയായി. ഭരണകൂട ഭീകരതയുടെ 635 ദിനങ്ങൾ ഇരകൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഇന്നും ഒരു ഉൾക്കിടിലത്തോടെ മാത്രമേ ഓർക്കാനാകൂ. ഇന്നും ആ തടവറകളിൽ ചോരയുടെ രൂക്ഷഗന്ധം തളം കെട്ടിക്കിടക്കുന്നുണ്ടാകാം. കാതോർത്താൽ ആ ആർത്തനാദം കേൾക്കാം. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ശ്രീകാന്ത് ചേരുന്നു നമ്മളോടൊപ്പം. ശ്രീകാന്ത്, അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 ആണ്ട്. ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഒക്കെ തച്ചുടച്ച ആ നാൾ വഴികളിലൂടെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കിയവരും അവർക്ക് അനുകൂലമായി നിന്നവരെയും നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം?
രോഹിണി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിന് മുന്നിലാണ്, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിന് മുന്നിൽ. ഇന്നത്തെ ദിവസം നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ആ കാണുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ. ഒരിക്കൽ 1975 ജൂൺ 25 ഇതുപോലൊരു ദിവസമാണ് ഈ ജനാധിപത്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഹനിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സമസ്ത പൗരന്മാർക്കും അവരുടെ പൗരാവകാശം നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായി. ഈ രാജ്യമാകെ തന്നെ ഒരു തടവറയായി മാറുകയും ഈ രാജ്യത്തെ പൗരന്മാർ തടവുപുള്ളികളായി മാറുകയും ചെയ്ത സാഹചര്യം. ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ നമ്മൾ ഇന്നത്തെ ലൈവിന് രാവിലെ തിരഞ്ഞെടുത്തത് തന്നെ ഒരു പ്രതീകാത്മകമായി തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഭരണഘടനയുമൊക്കെ കയ്യിലേന്തി രാജ്യത്തെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങുന്നവരുടെ മുൻ തലമുറ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നതിനൊരവസരം കൂടിയാണ് ഇത്. ഈ അടിയന്തരാവസ്ഥയിലേക്ക് മടങ്ങിപ്പോയാൽ അതിൻ്റെ ചരിത്രം അതിപ്പോൾ നമ്മൾ ഈ വാർത്തകളിൽ കണ്ടു കഴിഞ്ഞു. എങ്ങനെ സംഭവിച്ചു, അത് ആ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. 1971 റായ്ബറേലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിക്കൊണ്ടൊരു ഹൈക്കോടതി വിധി വന്നിരുന്നു, അലഹബാദ് ഹൈക്കോടതി വിധി. അവരുടെ എതിരാളിയായിരുന്ന രാജ്നാരായണൻ കൊടുത്ത ഹർജിയിന്മേലായിരുന്നു ആ വിധി വന്നത്. തുടർന്ന് 1975 ജൂൺ 25 സുപ്രീം കോടതി അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തു, ആ അലഹബാദ് ഹൈക്കോടതി വിധി. അതിൻ്റെ മറപറ്റി ആ തക്കം നോക്കിയാണ് ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട്, അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു, ഈ കിരാത നിയമം, ഈ കിരാതമായ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയുണ്ടായത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മിസയുൾപ്പെടെയുള്ള നിയമങ്ങൾ, കരിനിയമങ്ങൾ ചുമത്തിയതിന് ശേഷം ഈ രാജ്യമൊന്നാകെ ഒരു തടവറയായി മാറുകയായിരുന്നു. എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരൊക്കെ തന്നെ ജയിലിലായി. താഴെത്തട്ടിലുള്ള നേതാക്കളെയൊക്കെ തന്നെ പോലീസ് തെരഞ്ഞു പിടിച്ച് മർദ്ദിച്ചു. ഈ ഉരുട്ടൽ എന്ന് പറയുന്ന ഒരു സംഗതി അത് കേരളത്തിലൊക്കെ മാരകമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. തുടയൊക്കെ ഉരുട്ടി ഈ മെഴുക് പോലെയാക്കി മാറ്റുന്ന, ഉലക്ക കൊണ്ട് ഉരുട്ടി മെഴുക് പോലെയാക്കി മാറ്റിയ ശേഷം അവിടം തൊട്ടാൽ, നമ്മളൊന്ന് ഊതിയാൽ പോലും വേദനിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇടപ്പള്ളിയിലേക്ക് ക്യാമ്പുകളിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജയറാം പടിക്കലെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പെൻസിൽ കൂർപ്പിച്ച് അതിന് മുകളിലൂടെ വരയുന്ന ഒരു ക്രൂരമായ ശിക്ഷാ രീതിയൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ വെടിയേറ്റ് മരിച്ച, നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമായ, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ, നഖങ്ങൾക്കിടയിൽ മുട്ടസൂചി കയറ്റിയ, നഖങ്ങൾ പിഴുതെടുത്ത, കൊടിയ മർദ്ദനം തടവറകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടായ സാഹചര്യം ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യമൊട്ടാകെ കണ്ടു. JPയും അതോടൊപ്പം നാനാജി ദേശ്മുഖും അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ, അടൽ ബിഹാരി വാജ്പേയി, അതോടൊപ്പം തന്നെ LK അഡ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ലോക് സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്തുണ്ടായിരുന്നത് RSSും ജനസംഘവും ഉൾപ്പെടെയായിരുന്നു. അന്നത്തെ മുഖ്യ പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷം പരിപൂർണമായും ഈ സമരത്തിൽ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അവരുടെ ഏതാനും ചില നേതാക്കൾ, AKGയെ പോലെയുള്ള, പിണറായി വിജയനെ പോലെയുള്ള കേരളത്തിൽ ചില നേതാക്കൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ CPI പോലെയുള്ള സംഘടനകൾ അത്തരത്തിൽ അവരെല്ലാം തന്നെ ഒരു ഇടതുപക്ഷം എന്ന രീതിയിൽ സഹകരിക്കാതെ വിട്ടുനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിച്ചിരുന്നു. ഇതിനോടൊപ്പം ഒരു കഥ കൂടി പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഒരാളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് അർത്ഥമില്ലാതെ പോകും. അത് RSSൻ്റെ പഴയ ജില്ലാ പ്രചാരകം വൈക്കം സ്വദേശിയുമായ ഗോപകുമാറാണ്. എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്ന വലിയ ബന്ധമുള്ള ആൾ കൂടിയാണ്. കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ കൊടും ഭീകരത അനുഭവിച്ച ഒരു മനുഷ്യ ശരീരമുണ്ടെങ്കിൽ അത് വൈക്കം ഗോപകുമാറിൻ്റേതാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ നേരിട്ട് കണ്ട മനുഷ്യനാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദിച്ച് ജീവച്ഛവമാക്കിയാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് വലിച്ചെറിയുന്നത്. അദ്ദേഹത്തിൻ്റെ തുടകൾ, അദ്ദേഹത്തിൻ്റെ കാലുകൾ, അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ അടികൊണ്ട് നുറുങ്ങിയിരുന്നു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു തടവുപുള്ളി, മിസ തടവുപുള്ളിയായിരുന്ന വ്യക്തി അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തുടകളൊക്കെ തന്നെ ചതച്ച് മാംസം തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ജയിലറയിലേക്ക് എടുത്തിട്ടത് എന്നും പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം, അദ്ദേഹം ഇപ്പോൾ മരിച്ചു, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമില്ല. എങ്കിലും അദ്ദേഹത്തെ ഞാൻ കാണുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാതെ അദ്ദേഹത്തിൻ്റെ ശരീരം ആ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതയുടെ
ദുരിതം പേറി തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും ജീവിച്ചത്. ഈ അടികൊണ്ട് മനോനില തെറ്റിയവർ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വൈക്കം ഗോപകുമാർ പറയുമ്പോൾ അതിൽ നിന്നും കേൾക്കാനും സാധിച്ചു. ആ സമയത്ത് RSSന്റെ ജില്ലാ പ്രചാരക കൂടിയായിരുന്നു വൈക്കം ഗോപകുമാർ. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ കേരളത്തിലെ ഈ അടിയന്തരാവസ്ഥ ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ വൈക്കം ഗോപകുമാറിനെ ഓർക്കുകയും ചെയ്യാം. അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായി നമ്മുടെ രാജ്യത്ത്. ഏറ്റവും ഒടുവിൽ പ്രക്ഷോഭം, അതിശക്തമായ പ്രക്ഷോഭത്തിനൊടുവിൽ ഇന്ദിരയുടെ കിരാത ഭരണത്തിന് അറുതിയാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് പത്രങ്ങൾ എഴുതിയത് ജനങ്ങൾ ഒരു മത്സരബുദ്ധിയോടെ ഈ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുകയായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ദിരയുടെ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ രാജ്നാരായണനോടും സഞ്ജയ് ഗാന്ധി അമേഠിയിൽ രവീന്ദ്ര പ്രതാപ് സിംഗിനോടും ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് മൊറാർജി ദേശായി 77 മാർച്ച് 24-ന് പ്രധാനമന്ത്രിയായതോടെയാണ് ആ കിരാത ഭരണത്തിന് അറുതിയായത്. ഞാൻ ഈ കഴിഞ്ഞ ആ സ്റ്റോറിയുടെ P2C അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ഇന്നും ആ തടവറകളിലൂടെ, ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ രക്തം തളം കെട്ടിക്കിടന്ന അതിൻ്റെ ആ രൂക്ഷഗന്ധം നമുക്ക് കേൾക്കാം. ഇന്നും അവിടെയുണ്ടായ ആർത്തനാദം അത് നമുക്ക് കാതോർത്താൽ കേൾക്കുകയും ചെയ്യാം. അത്ര ക്രൂരം, അത്ര പൈശാചികമായിരുന്നു ഇന്ന് ഈ ഭരണഘടനയുമായി രാജ്യത്തെ ഇത്തരത്തിൽ ഈ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങുന്നവരുടെ മുൻ തലമുറ നമ്മളോട് ചെയ്തത്. അതെ, അതുതന്നെയാണ് ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥ നടപ്പിൽ വരുത്തിയവരാണ് ഈ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിലടക്കം വാചാലരാകുന്നത് എന്നുള്ളതാണ്. ശ്രീകാന്ത്, അതോടൊപ്പം ഇന്ന് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യാ ദിനമായി കൂടി ആചരിക്കുകയാണല്ലോ അല്ലേ? തീർച്ചയായും രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യാ ദിവസ് എന്ന പേരിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച് നേരത്തെ കേന്ദ്രത്തിൽ നിന്നും നിർദ്ദേശം പോയിരുന്നു. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി ആഘോഷിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഗവർണറെയോ മുഖ്യമന്ത്രിയോ ഈ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ, അതോടൊപ്പം യൂണിവേഴ്സിറ്റികളിൽ, സ്കൂളുകളിലൊക്കെ തന്നെ അടിയന്തരാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രചാരണ പരിപാടികൾ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നടക്കുന്ന പരിപാടിയിൽ ജനാധിപത്യത്തിൻ്റെ, ധാർമ്മിക ഭരണത്തിൻ്റെ പ്രതീകമായ ചെങ്കോൽ കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി വിവരിക്കണം എന്നും ഈ കത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാജ്യം മുഴുവൻ തടവറയായി മാറി, ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തടവ് പുള്ളികളായി മാറിയ ആ ദിവസത്തെ ഓർക്കുകയാണ് ഇന്ന് രാജ്യം. ഭരണഘടനാ ഹത്യാ ദിവസമായി എല്ലാ യൂണിയൻ ടെറിട്ടറികളിലും സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ദിവസം ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കും. ശരി, ശ്രീകാന്താണ് നമ്മളോടൊപ്പം അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. അത് പങ്കുവച്ചത്. നമുക്കതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ഇനിയും പോകുന്നത്. അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാകുന്നു. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരങ്ങളിൽ AKG മുന്നണി പോരാളിയായപ്പോൾ ഏകാധിപതിയായ ഇന്ദിരയെ ഭയന്ന EMSനെ തുറന്നുകാട്ടി പുസ്തകം. സമരസേനാനിയും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി അധ്യക്ഷനുമായ EN നന്ദകുമാർ എഴുതിയ അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലൂടെയാണ് AKGയുടെ സമരവീര്യവും EMSന്റെ ഭീരുത്വവും ചർച്ചയാകുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലോക സംഘർഷ സമിതി നയിച്ച പ്രക്ഷോഭങ്ങളിൽ 19 വയസ്സിൽ പങ്കാളിയായ EN നന്ദകുമാറിന്റെ സമരകാലത്തെ ഓർമ്മകളും CPM-CPI നേതാക്കൾ ഇക്കാലത്ത് സ്വീകരിച്ച നിലപാടുകളും പ്രതിപാദിക്കുന്നതാണ് അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജീവൻ മരണ പോരാട്ടത്തിന് AKG ആഹ്വാനം നൽകിയെങ്കിലും EMS പിൻവലിഞ്ഞു നിൽക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥ സംവിധാനത്തെ CPM ഭയപ്പെട്ടിരുന്നു. ലോക സംഘർഷ സമിതിയുടെ കേരള ഘടകം രൂപീകരണത്തിനായി സമിതി സെക്രട്ടറി K രാമൻപിള്ള EMSനെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അന്വേഷിക്കുന്നവരെ കാണാൻ EMS ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. EMSന്റെയും കൂട്ടരുടെയും തെറ്റായ നിലപാടിനെതിരെ AKG ശക്തമായ നിലപാടെടുത്തിരുന്നുവെന്നും EN നന്ദകുമാർ പറഞ്ഞു. 1975 തന്നെ നടന്നിട്ടുള്ള കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു നിവേദനവുമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവിഹിതമായ രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. EMSന്റെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു AK ഗോപാലിന്റെ നിലപാട്.
AKG അങ്ങനെയായിരുന്നില്ല. AKG അന്ന് EMS പറഞ്ഞത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലില്ല. മറിച്ച് AKG പറഞ്ഞത് നേതാക്കന്മാർ ആദ്യം സമരരംഗത്തേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1975 ആഗസ്റ്റ് മാസത്തിൽ എറണാകുളത്ത് നടന്നിട്ടുള്ള ഐതിഹാസികമായിരിക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടുള്ള ആളാണ് AK ഗോപാൽ എന്ന് പറയുന്ന AKG. ഈ പറയുന്ന അടിയന്തരാവസ്ഥയോടുള്ള നിലപാട് അവർ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും AKG അടിയന്തരാവസ്ഥയ്ക്കെതിരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെതായിട്ടുള്ള വസ്തുത. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നവരെ മർദ്ദിച്ചൊതുക്കാൻ കേരളത്തിലും മേജർ മൈനർ തടങ്കൽപ്പാളയങ്ങളുണ്ടായിരുന്നു. എറണാകുളം എടപ്പള്ളിയിലെ തടങ്കൽപ്പാളയത്തെക്കുറിച്ചും തടങ്കൽപ്പാളയങ്ങളും വന്ധീകരണവും എന്ന തലക്കെട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. 7 സ്ഥലത്ത് ആളുകളെ നിർത്തി മൃതപ്രായരാക്കി വിടുന്ന സ്ഥലങ്ങളാണ് തടങ്കൽപ്പാളയങ്ങൾ. അവിടുത്തെ മർദ്ദനത്തിൻ്റെ രീതികൾ അത്യന്തം ദയനീയമാണ്. അന്ന് കേരളത്തിൻ്റെ പോലീസ് വകുപ്പിൽ DIG ആയിരുന്ന ക്രൈംബ്രാഞ്ചിൽ ജയറാം പടിക്കലാണ് നിഷ്ഠൂരനായിട്ടുള്ള പോലീസ് ഓഫീസർ. ഈ പറയുന്ന ജയറാം പടിക്കൽ K കരുണാകരൻ എന്ന് പറയുന്ന അന്നത്തെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു പിണിയാളായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ താമസിക്കുന്ന എടപ്പള്ളിയാണ്. അയാളുടെ വീടിൻ്റെ അടുത്ത് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു തടങ്കൽ പാളയം ഉണ്ടായിരുന്നു, തൊട്ട് പടിഞ്ഞാറേ നടയിൽ. ആ തടങ്കൽ പാളയത്തിൽ അതിരാവിലെയും വൈകുന്നേരവും പ്രതികളെ പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം തനിക്ക് വീട്ടിൽ നിന്ന് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ജയറാം പടിക്കല്. 1976 ജനുവരി 14 സത്യാഗ്രഹ സമരത്തിനിടെ EN നന്ദകുമാറിനെയും സഹപ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചത്. രാജ്യം കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഏറ്റവും മോശം മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടുമാണെന്ന് സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ പുസ്തകം വ്യക്തമാക്കുന്നു. ജനം, കൊച്ചി. അവസ്ഥയുടെ കറുത്ത ദിനങ്ങളുടെ ഭീതിജനകമായ ഓർമ്മകളിലാണ് കൊടിയ പീഡനങ്ങളുടെ മുറിപ്പാടുകളുമായി കഴിയുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനികൾ. ഇന്ദിരയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തവരെല്ലാം തുറങ്കലിലായപ്പോൾ ക്രൂരമർദ്ദനങ്ങളെ മനക്കരുത്തുകൊണ്ട് നേരിടുകയായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സമരയുവത്വം. പോരാട്ടകാലത്തെ ഓർത്തെടുക്കുകയാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനിയും അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജനറൽ സെക്രട്ടറിയുമായ R. മോഹനൻ. മോനേട്ട, വലിയ ഒരു പ്രക്ഷോഭങ്ങളാണ് ആ കാലത്ത് നടന്നിട്ടുള്ളത്. അങ്ങയുടെ നേതൃത്വത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ രാജ്യത്ത് നടന്നു. അതിൽ സംസ്ഥാനവും പങ്കാളികളായി. കൃത്യമായി തന്നെ എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഓരോ സ്ഥലത്തും അങ്ങ് സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളെല്ലാം ഉണ്ട്. എങ്ങനെ ആണ് അങ്ങ് കാണുന്നത്? ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോകും. 1975 ജൂൺ മാസം 25 അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു. എല്ലാ പൗരാവകാശങ്ങളും നിഷേധിച്ചു. പത്രമാരണ നിയമം എന്ന് പറഞ്ഞൊരു നിയമം നടപ്പിലാക്കി. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ അവർ നിഷേധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ നേരം പുലരുന്നതിന് മുമ്പ് 26-ാം തീയതി നേരം പുലരുന്നതിന് മുമ്പ് കൽത്തുറുങ്കിലടച്ചു. ഈ ഇന്ദിരാഗാന്ധി സൃഷ്ടിച്ച ഈ മിസ എന്ന കരിനിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഒരു കോടതിയിലും ഹാജരാക്കാതെ വർഷങ്ങളോളം ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു നിയമമാണ് അവർ സൃഷ്ടിച്ചത്. ഇതിനെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാവരും അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞാൽ ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ദേശീയ നേതാക്കളും കൽത്തുറുങ്കിലടച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് ഒരു രാജ്യത്തെ ജനങ്ങളെയൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവം വന്ന സമയത്ത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇതിനെതിരായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് RSSും ഇന്നത്തെ BJPയുടെ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘവും കൂടെ ചേർന്ന് മൊത്തത്തിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭണ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരിച്ചു. അതാണ് ലോക സംഘർഷ സമിതി. RSS ആണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഇത്തരമൊരു അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ ജയപ്രകാശ് നാരായണനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് എങ്കിൽ കൂടി അങ്ങനെ ആ സമിതി രാജ്യവ്യാപകമായി, അതായത് 75 ജൂൺ മാസം 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ 75-ൽ തന്നെ നവംബർ മാസം 14-ാം തീയതി മുതൽ 76 ജനുവരി മാസം 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. ആ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം എന്ന് പറയുമ്പോൾ തന്നെ
വളരെ വ്യക്തമായി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊക്കെ വളരെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും രാജ്യത്തെ ഒരു പൊതുമുതലിനും നശിപ്പിക്കാൻ പാടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ക്രൂരമായ മർദ്ദനങ്ങളുണ്ടായാൽ അതൊക്കെ സഹിക്കണം, നമ്മൾ തിരിച്ച് പ്രതികരിക്കരുത് എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായി. അതാണ് ഗാന്ധിയൻ രീതി എന്ന് പറഞ്ഞാൽ തന്നെ ഗാന്ധിയുടെ രീതി അനുസരിച്ച് ഒരു കരണത്ത് അടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരമാണ് ഇതിനുവേണ്ടി സംഘടിപ്പിച്ചത്. അത് വളരെ വിജയകരമായി രാജ്യത്ത് ആകമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ലോക സംഘർഷ സമിതിക്ക് സാധിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച RSSനും അത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. മോനേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമരരംഗത്തേക്ക് ഇറങ്ങി ക്രൂരമായ മർദ്ദനങ്ങൾ എല്ലാമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എങ്ങനെയായിരുന്നു അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ടീം ലീഡർ എന്ന നിലയ്ക്ക് അങ്ങേക്ക് തന്നെ സിയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റു, മറ്റുള്ള ആളുകളെ പോലീസുകാർ വളഞ്ഞിട്ടു. ആ ഒരു എങ്ങനെയായിരുന്നു, എത്രമാത്രം ക്രൂരമായിരുന്നു അവരുടെ പ്രധാനമായും ആ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഞങ്ങൾക്കൊക്കെ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. അതുമാത്രമല്ല, ജയിലിൽ നിന്ന് നിങ്ങൾ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതോടൊപ്പം തന്നെ പലരുടെയും നിലവിൽ ജോലിക്ക് പോകുന്നവരെ വിദ്യാഭ്യാസം, അതായത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം അതൊക്കെ നഷ്ടപ്പെടും. തിരിച്ചു വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചു വരും എന്നുള്ളതിന് ഉറപ്പില്ല, തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഉറപ്പില്ല. ആ തരത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരസേനാനികളായി സമരം ചെയ്യാൻ തയ്യാറെടുത്ത യുവാക്കന്മാർക്കുണ്ടായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പിന്നെ മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ എന്ന് വേണ്ട എല്ലാ വിഭാഗം, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിനെതിരായി തയ്യാറായി. അന്ന് ഞങ്ങളുടെയൊക്കെ പ്രായം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായം അന്ന് 22ആണ്. ഞങ്ങളുടെയൊക്കെ പ്രായം, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അയാൾക്ക് ആകെപ്പാടെ 17 വയസ്സേ ആയിട്ടുള്ളൂ. ആ 17 വയസ്സുകാരനുൾപ്പെടെ ഏതാണ്ട് 40-45 വരെയുള്ള സമരസേനാനികൾ ഇതിനകത്തുണ്ടായിരുന്നു. രാജ്യവ്യാപകമായ ഈ സമരത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ 1,70,75,000 പേര്, കേരളത്തിലല്ല നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 1,70,75,000 പേര് അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ മർദ്ദനങ്ങളേറ്റ് ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 7,455 പേര് സത്യാഗ്രഹ സമരം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ കുറേ പേര് ജയിലിൽ അടയ്ക്കപ്പെടാതെ പുറത്തു വന്നു. അതിൻ്റെ പ്രധാന കാരണം 2 മാസക്കാലത്തേക്കാണ് ഈ സത്യാഗ്രഹ സമരം തീരുമാനിച്ചതെങ്കിൽ ഏറെക്കുറെ 1 മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സബ് ജയിലുകളും സെൻട്രൽ ജയിലുകളും ഒക്കെ ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞു. വളരെ മൃഗീയമായ 18 തരത്തിലുള്ള 3ാം മുറകളാണ് ഈ സമരസേനാനികളോട് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചത്. ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ജൂലൈ മാസം 4-ാം തീയതി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിച്ചു. ആ നിരോധിച്ച സമയത്ത് അന്നത്തെ സർസംഘചാലക്കായിരുന്ന പൂജനീയ ബാലാസാഹേബ് ദേവറസ് അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘടന പിരിച്ചുവിട്ടു. രണ്ടാമത്, 2ാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഈ 2 ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. അദ്ദേഹവും ജയിലിലായിരുന്നു 21 മാസക്കാലം. ഈ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പങ്കാളിത്തം അത്രമാത്രം അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടക്കുന്ന സമയത്ത് നമുക്കറിയാം കോൺഗ്രസ്സുകാർ എന്താണ് നിലപാട് എന്നത് വ്യക്തമാണ്. പക്ഷേ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ ഒരു അവകാശങ്ങൾ, പൗരാവകാശങ്ങളെല്ലാം ധ്വംസിക്കുന്ന ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സ്വീകരിച്ചത്? അവരുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? മാർക്സിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു. പക്ഷേ നമ്മുടെ സംഘത്തിൻ്റെ അന്നത്തെ പ്രാന്തപ്രചാരക് സ്വർഗീയനായിട്ടുള്ള ഭാസ്കറാവു അദ്ദേഹം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടതാണെന്നുള്ള നിലയ്ക്ക് ഒരു ശ്രമം നടത്താൻ വേണ്ടി പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ ഈ ലോക സംഘർഷ സമിതിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പ്രൊഫസർ MB മന്മഥനായിരുന്നു. സെക്രട്ടറി ശ്രീ K രാമൻപിള്ളയായിരുന്നു. അപ്പോൾ K രാമൻപിള്ളയോട് ഭാസ്കറാവു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, IMSനെ പോയി കണ്ട് അവരിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം, കേരളത്തിൽ നമ്മുടെ ആളുകൾ സമരം ചെയ്യാൻ തയ്യാറാണ്, ഈ കാര്യം അവരെ ധരിപ്പിക്കാൻ പറഞ്ഞു. IMSനോട് നേരിട്ട്, അന്ന് അദ്ദേഹമാണ് പാർട്ടിയുടെ സെക്രട്ടറി, അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ സമരത്തിലില്ല, ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ പോലീസിൻ്റെ അടിമേടിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. മറിച്ച് അന്നത്തെ ഗവൺമെൻറ് ബോണസ് 4% നിജപ്പെടുത്തിയിരുന്നു, വെട്ടി ചുരുക്കിയിരുന്നു. അതിനേക്കാൾ കൂടുതൽ ആരും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് സമരം ചെയ്യാൻ ആണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് അന്ന് പാർട്ടി പറഞ്ഞത്. 40 വർഷം പിന്നിട്ടപ്പോൾ, അടിയന്തരാവസ്ഥയുടെ 40 വർഷം പിന്നിട്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും 60-65 വയസ്സായപ്പോഴാണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഞങ്ങളിങ്ങനൊരു
അസോസിയേഷന് തന്നെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയത് 2015-ലാണ്. അപ്പോൾ ആ സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞങ്ങൾ സ്വയം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതിനെ ആലോചിക്കാതെ തന്നെ ഞങ്ങൾ കുറേ ആളുകളെ RSSൻ്റെ ഒരു സേവാ ട്രസ്റ്റ് കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ അസോസിയേഷൻ നേരിട്ട് പലരെയും ബന്ധപ്പെട്ട് ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വ്യക്തികളും ഒക്കെ കൂടെ ചേർന്ന് ഇപ്പോൾ ഈ അവസാനത്തെ മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏതാണ്ട് 450ഓളം പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന കൊടിയ യാതനകൾ തന്നെയാണ് ആർ മോഹനൻ അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്നുകൂടിയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം നൽകിയ അതിൽ പങ്കാളികളായ സമരസേനാനികൾ പലരും ഇന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ശുശോഭ് KS-നൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. യുദ്ധം അവസാനിച്ചു. പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക്. പരസ്പരം ആക്രമിക്കാതെ ഇസ്രായേലും ഇറാനും. അതേസമയം B-2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക. ഐക്യരാഷ്ട്രസഭയിലെ UN പ്രതിനിധി ഡൊറോത്തി ഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കൃത്യമായ ആസൂത്രണത്തോടുകൂടിയായിരുന്നു അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ആ ആക്രമണം. അതിന് ശേഷം ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്നതിനിടയിലാണ് ഇറാൻ ഖത്തറിലെ US വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിനുശേഷം അതൊരു വെടിനിർത്തൽ സമവായത്തിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യ സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആക്സിയം 4 ദൗത്യം ഇന്ന് വിക്ഷേപിക്കും. ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4. സാങ്കേതിക തകരാറുകളും പ്രതികൂല കാലാവസ്ഥയും മൂലം 5 തവണ മാറ്റിവെച്ച വിക്ഷേപണമാണ് ഇന്ന് നടക്കുന്നത്. 41 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഭാരതീയൻ ഉൾപ്പെടുന്ന ബഹിരാകാശ യാത്ര നടക്കാനിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം നടക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന 4ാമത്തെ സ്വകാര്യ പേടകമാണ് ആക്സിയം 4. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. അടിയന്തരാവസ്ഥ കാലത്തെ വയനാട്ടിലെ സമര ദിനങ്ങൾ ഓർത്തെടുക്കുകയാണ് ഭാരതീയ ജനസംഘത്തിലടക്കം പ്രവർത്തിച്ച A. രാജേന്ദ്ര പ്രസാദ്. ജില്ലയിലെ സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകി ജയിലിലടയ്ക്കപ്പെട്ട് ലാത്തിയുടെ ചൂടറിഞ്ഞ ദിനങ്ങൾ. തന്റെ വീട്ടിൽ താമസത്തിനും ഒളിവിൽ കഴിയുന്നതിനായും എത്തിയവരെയും സമര പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുകയാണ് രാജേന്ദ്ര പ്രസാദ്.
തെരുവിലെ സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പോലീസിന്റെ ക്രൂരത. ആ ഇരുണ്ട കാലത്തെ പേടിയോടെയല്ല ആവേശത്തോടെയാണ് രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നത്. RSSന്റെയും ഭാരതീയ ജനസംഘത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു കറുത്ത ദിനത്തോടുള്ള സമരം. ബത്തേരി ഭാഗത്തുനിന്ന് സമരം ചെയ്ത കുറെ ആൾക്കാരെ അർദ്ധരാത്രിയിൽ വാഹനങ്ങൾ കയറ്റി ഫോറസ്റ്റിന്റെ മധ്യഭാഗത്തിൽ പല ദിക്കിലായിട്ട് വിട്ടിട്ട് അവര് ചെയ്യും. അങ്ങനെ വന്യമൃഗങ്ങളുടെ ഇതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ തരത്തിലുള്ള കുറെ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. 24 വയസ്സുള്ളപ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരുവിലിറങ്ങിയത്. നവംബർ 17-ന് പ്രതിഷേധ പ്രകടനം നടത്തിയതിന് അറസ്റ്റ് വരിച്ചു. 2.5 മാസക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ലാത്തി കൊണ്ട് അടി വാങ്ങി. പലരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. മാനന്തവാടി ഗാന്ധി പാർക്കിന്റെ മുമ്പിലുള്ള ടെലിഫോൺ പോസ്റ്റിലേക്ക് ഞാനവിടെ എത്തിച്ചേരുക. 11 മണിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന അവസരത്തിൽ ബാക്കിയുള്ള എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ ചുറ്റുമറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കണം എന്നാണ് നിശ്ചയിച്ചത്. അതുമാതിരി നമ്മൾ രാവിലെ അവിടെ എത്തി മുദ്രാവാക്യം വിളിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും വന്നു. ആ സമയത്ത് മാനന്തവാടിയിലെ പോലീസ് താഴെ അങ്ങാടിയിലും തലപ്പുഴയായിട്ടാണ് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളെ സമരപരിപാടി മുദ്രാവാക്യം വിളിക്കൽ ഏകദേശം ഒരു 1.5-3 മണിക്കൂറോളം നിന്നു. ഒരുപാട് ജനങ്ങൾ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാഘവന്റെ നേതൃത്വത്തിൽ വന്ന് ആരുടെ ഇതിന്റെ നേതാവെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലാട്ടി കൊണ്ട് എൻ്റെ മുതുകൽ പുറകുവശത്ത് അടിക്കുകയും അതൊരു നല്ല ഒരു അടിയാണ് കിട്ടിയത്. അത് ഏകദേശം 1 വർഷത്തോളം ആ വേദന സഹിച്ചുകൊണ്ട്. പത്രങ്ങളോ വാർത്തകളോ ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു അത്. സംഘത്തിന്റെ ലഘുലേഖകളിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞിരുന്നത്. ഈ അടിയന്തരാവസ്ഥ സമയത്ത് അന്ന് പത്രങ്ങളിലൊന്നും ഇല്ല, ഒരു കാര്യങ്ങളും വരില്ല. അന്ന് ഇതിന്റെ സംഘടന ലെവലില് പ്രത്യേകിച്ചുള്ള ലഘുലേഖകൾ ഇറക്കിയിരുന്നു. അതിൽ കുരുക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. കുരുക്ഷേത്രത്തിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ആ കാലത്ത് KG മാരാർ വീട്ടിലെത്തി ഒളിവിൽ കഴിഞ്ഞതും രാജേന്ദ്ര പ്രസാദ് ഓർത്തെടുക്കുന്നു. പരമേശ്വർജി, നാനാജി ദേശ്മുഖ് തുടങ്ങിയവരും വീട്ടിലെത്തി താമസിച്ചു. 16 ബാച്ചുകളിലായി 141 പേരാണ് സമരമുഖത്തിറങ്ങിയത്. ഈ ബാച്ചിലെ 31 പേർ മരണപ്പെട്ടു. ബാക്കിയുള്ളവർ ഓരോ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. പലരും അവശരാണ്. പോലീസിന്റെ ക്രൂരപീഡനം ഏറ്റവർ. ഈ വയനാട് ജില്ലയിലെ ആകെ 16 ബാച്ചാണ് ഒട്ടാകെ പങ്കെടുത്തത്. അതിൽ 141 പേരാണ് ആ സമര പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 31 പേരോളം അവർ മരണപ്പെടുകയാണ് ചെയ്തത് അങ്ങോട്ടൊക്കെ. പിന്നീട് മർദ്ദനങ്ങൾ പല ബാച്ചിലും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാച്ചിലൊക്കെ പറഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ER വിജയകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിലുള്ള ഒരു പോലീസ്, അയാളുടെ പേര് പപ്പനെന്ന് പറയും അങ്ങോട്ടേക്ക്. ഏതായാലും ആ പോലീസ് ചൂരൽ വടി ഉപയോഗിച്ച് കഷ്ണമാവുന്നവരെ അടിച്ച് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരു കച്ചവടക്കായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവശരായി ജീവിക്കുന്നവരെ സംരക്ഷിക്കണമെന്നും അടിയന്തരാവസ്ഥയെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നുമാണ് രാജേന്ദ്ര പ്രസാദിന്റെ അപേക്ഷ. ജനം, വയനാട്. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ഇന്ന് നിർണായക ചർച്ച. ABVP അടക്കം വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് നിവേദനം ലഭിച്ചതിന്റെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് 2:30 മന്ത്രിയുടെ ചേംബറിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ABVPയുടെ സമരം ഫലം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, സംസ്ഥാന വ്യാപകമായി ABVP സമരം നടത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണുന്നത് ABVP പ്രവർത്തകർ. നേരിട്ട് കണ്ടതിനു ശേഷം ഈ വിഷയത്തിൽ ചർച്ച നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ABVP ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ, എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായും നേരിട്ടാണ് ഇന്ന് ചർച്ച നടത്തുന്നത്.
ആ ചർച്ചയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തലങ്ങളിലുള്ള വിഷയങ്ങളടക്കം ചർച്ച ചെയ്തേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് ABVP PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയത്. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുന്നതടക്കമുള്ള നടപടികളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി, കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധമുണ്ടായി. അങ്ങനെ കരിങ്കൊടി കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയായ EU ഈശ്വരപ്രസാദിനെ SFI പ്രവർത്തകർ, DYFI SFI പ്രവർത്തകർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം എത്തിയതെല്ലാം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. എന്തായാലും ആ പ്രതിഷേധങ്ങളെല്ലാം ഫലം കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും അടക്കം ഉറപ്പാക്കുന്ന, സ്കൂളുകളെ കൂടുതൽ സ്മാർട്ടാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ പദ്ധതി, ആ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മുന്നണിയിലെ തന്നെ CPIയുടെ എതിർപ്പാണ് ഈ പദ്ധതിയിൽ നിന്നും ഒപ്പുവയ്ക്കാതെ, അതായത് മറ്റ് സംസ്ഥാനത്തെ BJP ഇതര സംസ്ഥാനങ്ങളിൽ പോലുമുള്ള മറ്റിതര സംസ്ഥാനങ്ങളിലും BJP ഇതര സംസ്ഥാനങ്ങൾ പോലും ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുകയും കൂടുതൽ തുക ഇതിൽ നിന്ന് വാങ്ങുകയും ചെയ്യുകയും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ സംസ്ഥാനം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ABVP രംഗത്ത് വരുന്നത്. എന്നാൽ മുന്നണിയിലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിലെ CPIയുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാതെ നീണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ശക്തമായ പ്രതിഷേധങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചും മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചടക്കം ABVP നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി മന്ത്രി തയ്യാറാകുന്നത്. ഇന്ന് 2:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിലായിരിക്കും വിവിധ വിദ്യാർത്ഥി സംഘടനകളെയും ചർച്ചയിൽ മന്ത്രി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിലൊരു തീർപ്പ് ആകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ഈ ചർച്ചയിൽ ഫലം കാണാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധവുമായി, കൂടുതൽ പ്രക്ഷോഭവുമായി ABVP മുന്നോട്ട് പോകുമെന്നും ABVP അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു നിർണായക ചുവടുവെപ്പാണ് ABVP സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കാൻ പോകുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി മന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച നടക്കുക. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. പദ്ധതിയിൽ ഒപ്പിടാൻ ചില സംസ്ഥാനങ്ങൾ വിമുഖത കാട്ടുന്നതിലൂടെ നഷ്ടം കുട്ടികൾക്കെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പൊതുവിദ്യാലയങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് കേരളത്തിൽ ആവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന ABVP ആയിരുന്നു. എന്താണ് PM ശ്രീ പദ്ധതിയെന്ന് പരിശോധിക്കാം. കേന്ദ്രാവിഷ്കൃത പൊതുവിദ്യാഭ്യാസ രീതിയാണ് PM ശ്രീ പദ്ധതി. നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി കൂടുതൽ സ്മാർട്ടാക്കി മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാക്കാം. ഇനി നമ്മുടെ കുരുന്നുകളെയോ? വിദ്യാർത്ഥികൾക്കുമുണ്ട് പ്രത്യേകത. കാരണം ഓരോ വിദ്യാർത്ഥിയുടെ വ്യക്തി വികാസമാണ് നൽകുന്ന ഉറപ്പ്. പ്രായോഗിക വ്യക്തിഗത കഴിവുകളുടെ വികാസം ഉറപ്പാക്കി മികച്ച പൗരന്മാരെ വാർത്തെടുക്കും എന്ന് സാരം. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് കാലാനുസൃതമായി ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചത്. 2020 NEP-ൽ മാറ്റം കൊണ്ടുവന്നു. ഇതിന്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. അങ്ങനെ PM ശ്രീ സ്കൂളുകൾ നിലവിൽ വരുന്നു. 2022-ലാണ് പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകുന്നത്. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2022-23 മുതൽ 2026-27 വരെ 5 വർഷ കാലയളവിൽ 27,360 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തുന്നത്. ഇതിൽ 18,128 കോടി, അതായത് 66% വഹിക്കുന്നത് കേന്ദ്രം തന്നെ. ഒരു ബ്ലോക്കിൽ BRC അഥവാ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ വരുന്ന 2 സ്കൂളാകും തെരഞ്ഞെടുക്കുക. കായികം, ശാസ്ത്രം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കല എന്നിവയ്ക്കും ഊന്നൽ നൽകും. കുട്ടികളിലെ മാനസിക ശാരീരിക ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം വ്യക്തിവികാസത്തിലും നൈപുണ്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ സ്മാർട്ടാകും. തീർന്നില്ല പ്രത്യേകതകൾ. പരിസ്ഥിതി സൗഹൃദ ഹരിത വിദ്യാലയങ്ങളാകും നമ്മുടെ സ്കൂളുകൾ. സോളാർ പാനൽ, ന്യൂട്രീഷൻ ഗാർഡൻ, ഓർഗാനിക് ഫാമിംഗ് എന്നിവ വേറെയും. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഇത്രയധികം കൊഴിഞ്ഞുപോക്ക് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും അടക്കുന്ന സമൂഹത്തിൽ കൂടുതൽ പേരും സ്വകാര്യ സ്കൂളുകളെയല്ലേ ആശ്രയിക്കുന്നത്? അവർ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും ലഭിച്ചാലോ? ചിന്തിക്കാം, പ്രവർത്തിക്കാം ഒരുമിച്ച്. വിഷ്വൽ ജേർണലിസ്റ്റ് അജിത് എല്ലാറിനും സുനിൽകുമാറിനുമൊപ്പം അനു സൂരജ്, ജനം TV. നിലമ്പൂരിലെ ദയനീയ പരാജയത്തിൽ CPM-ൽ കല്ലുകടി. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗത്തിന് MV ഗോവിന്ദനോട് കടുത്ത എതിർപ്പ്. പാർട്ടിയിലെ ഭൂരിപക്ഷം
സ്ഥാനാർത്ഥി ആക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ MV ഗോവിന്ദന്റെ വാശിയാണ് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായേക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, നിലമ്പൂരിലേറ്റ ദയനീയ പരാജയത്തിന് ശേഷം CPMൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര കലഹവുമുണ്ട്, ചെറിയ രീതിയിലുള്ള ഒരു കല്ലുകടിയും ഒക്കെയുണ്ട്. കാരണം MV ഗോവിന്ദനാണ് ഈ പേര് നിർദ്ദേശിച്ചത് എന്നുള്ളത്, M സ്വരാജിന്റെ പേര്. പാർട്ടിയിലെ ഭൂരിപക്ഷവും V വസിഫിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അത് തള്ളിയിട്ടാണ് ഇത്തരം MV ഗോവിന്ദന്റെ ഈ വാശി നടപ്പിലാക്കിയത് എന്നുള്ള ഒരു അഭിപ്രായ ഭിന്നതയാണോ ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്നത്? രോഹിണി, മുഖ്യമന്ത്രിയും താരപ്രചാരകരും സാംസ്കാരിക നായകരും അടക്കമുള്ളവർ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും വലിയ രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെങ്കിൽ പോലും ദയനീയമായ പരാജയമാണ് നിലമ്പൂരിൽ CPMന് ഇടതുമുന്നണിക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത്. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയാണ് M സ്വരാജ് ആയിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. അങ്ങ് മാത്രമല്ല, ദയനീയമായൊരു പരാജയം ഏറ്റുവാങ്ങിയത് മാത്രമല്ല, M സ്വരാജിൻ്റെ മണ്ഡലത്തിൽ പോലും, അതായത് M സ്വരാജിൻ്റെ ബൂത്തിലും വാർഡിൽ പോലും സ്വരാജിന് ലീഡ് നിലനിർത്താൻ പോലും ആയതുമില്ല. അങ്ങനെ ദയനീയമായ പരാജയം നേരിടുകയും നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. നമുക്കറിയാം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെയുള്ള PV അൻവർ ഇടതുമുന്നണിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. 2 തവണ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും അൻവർ തന്നെയായിരുന്നു ഈ നിലമ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് മത്സരിക്കുകയും വിജയിച്ചു വരികയും ചെയ്തത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ അഭിമാനകരമായൊരു മണ്ഡലം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക, അതായത് മണ്ഡലം നിലനിർത്തുക എന്നതുകൂടി ഒരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 6 മാസം കൂടി കഴിയുന്നതോടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഒരു അഭിമാന പോരാട്ടമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് CPM ഇറങ്ങുന്നത്. എന്നാൽ ആ ഇറങ്ങുമ്പോൾ നിർണയിച്ച സ്ഥാനാർത്ഥി തെറ്റായിപ്പോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചതാണ് ഇപ്പോൾ ഈ ദയനീയമായൊരു പരാജയം ഏറ്റുവാങ്ങാനുള്ള സാഹചര്യമുണ്ടായത്, ഇടയുണ്ടായതെന്നാണ് പാർട്ടിയിലെ ഒരു ഭാഗം ഇപ്പോൾ വിലയിരുത്തുന്നത്. തുടക്കം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ ഭൂരിപക്ഷം നേതാക്കൾക്കും എതിർപ്പുണ്ടായിരുന്നു. കാരണം സ്വരാജിനെ പോലൊരാൾക്ക് നിലമ്പൂർകാരനാണെങ്കിൽ പോലും നിലമ്പൂർ ജനതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല, നിലമ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊരു നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരുന്നു. നേരെ മറിച്ച് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ V വസീഫിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു അവിടെ ഉയർന്നു വന്നത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട്, ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് MV ഗോവിന്ദൻ്റെ പിടിവാശിയാണ് M സ്വരാജിനെ ആയി നറുക്ക് വീഴുന്നത്, M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും M സ്വരാജിനെ നിലമ്പൂരിലേക്ക് അയക്കുകയും ചെയ്തത്. എന്നാൽ തുടർന്നുള്ള ചരിത്രം നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിലൂടെ വളരെ ദയനീയമായ പരാജയം നിലമ്പൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു, നാണംകെടേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വലിയ രീതിയിലുള്ള നാണക്കേട് ഏറ്റുവാങ്ങുകയും ചെയ്തത്. ഇതിനിടയിലാണ്, പരാജയത്തിൻ്റെ ഇടയിലാണ് അടുത്ത CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി വരുന്നത്. പരാജയം നേരിട്ടതിന് പിന്നാലെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി വരുന്നത്. വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദനെതിരെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് സംസ്ഥാന സമിതിയും ഇന്ന് കൂടും. ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുമുണ്ട്. ഈ രണ്ടിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MV ഗോവിന്ദനെതിരെ. കാരണം എന്തടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് തീരുമാനമായി പോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഒരു തരത്തിലും ഒരു ജനകീയതയില്ലാത്ത ആൾ എന്ന ഒരു തോന്നൽ തന്നെയായിരുന്നു M സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ ഒഴിച്ചു കൂട്ടിയാൽ മാത്രം നിലമ്പൂർ ജനതയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെ അല്ല. നിലമ്പൂർക്കാരനാണെങ്കിൽ പോലും നിലമ്പൂർ ജനതയുമായി ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച പാരമ്പര്യമൊന്നും ഇല്ലാത്തൊരാൾ ആണ് M സ്വരാജ്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ പോലെ ഒരാളെ ഈ ഒരു അഭിമാന പോരാട്ടത്തിൽ ഇറക്കിയത് അനുചിതമായി പോയി എന്നുള്ള വിലയിരുത്തലുകളായിരുന്നു പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാക്കുന്നത്. അത് ശരിവെക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബോധ്യമാകുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകുമ്പോഴോടൊപ്പം മാത്രമല്ല, ഈ എന്തടിസ്ഥാനത്തിലാണ് M സ്വരാജിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കാൻ ഉണ്ടായ സാഹചര്യമുണ്ടായത്, അതോടൊപ്പം തന്നെ അതിൻ്റെ കാരണം എന്താണ്, MV ഗോവിന്ദൻ ഇത്രത്തോളം പിടിവാശിയോടുകൂടി എന്തുകൊണ്ടാണ്
ഈ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും നേതാക്കൾ ചോദിക്കും. അതിൽ വിശദീകരണം എം ഗോവിന്ദനും നൽകേണ്ടി വരും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഈ സെക്രട്ടേറിയറ്റ് ഇടയാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയും കൂടുന്നുണ്ട്. അതിലും വിഷയം ചർച്ച ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഈ വിഷയമെല്ലാം സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്യും. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഈ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സാക്ഷിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ആക്ഷേപ പരാമർശത്തിൽ നടപടി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനെയും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനെയും താക്കീത് ചെയ്തു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. ഇരു നേതാക്കളുടെയും മാപ്പ് അപേക്ഷ പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ കമലാ സദാനന്ദനും KM ദിനകരനുമെതിരായി കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. തുടർന്ന് ഇരുവരോടും പാർട്ടി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ബോധപൂർവം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും, ദയവ് കാണിക്കണം എന്നതടക്കം സൂചിപ്പിച്ച് ഇരുവരും നേതൃത്വത്തിന് വിശദീകരണം നൽകി. ഇതോടെ താക്കീത് നൽകി വിട്ടയച്ചാൽ മതിയെന്ന തീരുമാനം എക്സിക്യൂട്ടീവും എടുത്തു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായി കമലാ സദാനന്ദനും KM ദിനകരനും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് പുറത്തായത്. തുടർന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് നേതാക്കൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതും ചോരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരണത്തിൽ പരാമർശിച്ചിട്ടില്ല. ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നതടക്കമായിരുന്നു ഫോൺ സംഭാഷണത്തിൽ ഇരുവരും സംസാരിച്ചത്. ജനം, തിരുവനന്തപുരം. സുരേഷ് ഗോപി നായകനാകുന്ന JSK എന്ന ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെയാണ് ഹർജി. ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. രോഹിണി, സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി വൈകുന്നതിനെതിരെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ, അതായത് നിർമ്മാണ കമ്പനിയായ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് N നഗരേഷിൻ്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 12 ചിത്രത്തിന് പ്രദർശനാനുമതി സെൻസർ സർട്ടിഫിക്കറ്റിനായി ജൂൺ 12 അണിയറ പ്രവർത്തകർ അപേക്ഷ നൽകിയിരുന്നു. ജൂൺ 18 സെൻസർ ബോർഡ് ഈ ചിത്രം കാണുകയും ഒപ്പം തന്നെ 13+ UA കാറ്റഗറിയിൽ ഇത് പ്രദർശിപ്പിക്കാൻ എലിജിബിൾ ആണ് എന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എന്നാലും ഇക്കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി തങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല. പിന്നീട് ഇന്നലെയാണ് വീണ്ടും ഒരു റിവ്യൂ കമ്മിറ്റി നാളെ മുംബൈയിൽ വെച്ച് വീണ്ടും ഈ ചിത്രം കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഈ ചിത്രം റിവ്യൂ കമ്മിറ്റി വീണ്ടും കണ്ടതിന് ശേഷം ആയിരിക്കും പ്രദർശനാനുമതി നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. ഈ സെൻസർ ബോർഡിൻ്റെ സാക്ഷ്യപത്രം പ്രദർശനാനുമതിക്ക് വേണ്ടിയുള്ള സാക്ഷ്യപത്രം വൈകുന്നതിനെതിരെയും ഒപ്പം തന്നെ എന്ത് കാരണം കൊണ്ടാണ് ചിത്രത്തിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ തങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായി ആരും തന്നെ തങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് മാറ്റിയാൽ, കാരണം ചിത്രത്തിലുടനീളം ഈ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ജാനകി എന്നതാണ് ഈ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം. പേര് മാറ്റണമെങ്കിൽ തങ്ങൾക്ക് ഇനിയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകും. ചിത്രത്തിൻ്റെ പ്രദർശനം റിലീസിംഗ് തീയതി 27 തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇനി ഈ വളരെ അടുത്ത ഒരു ദിവസമാണ് ഇനി റിലീസിംഗ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇനി ഇത്തരത്തിൽ പേര് മാറ്റേണ്ടി വരുമ്പോൾ ചിത്രം ഇത്രയും ഭംഗിയോടുകൂടി തങ്ങൾ നിർമ്മിച്ച ആ ഒരു ചിത്രം വളരെ ഇത്രയും മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിൻ്റെ ഹോർഡിങ്സ് അടക്കം പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തങ്ങൾ മുടക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക നഷ്ടം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ടാകും. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. ജസ്റ്റിസ് N നഗരേഷിൻ്റെ ബെഞ്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനിടയിൽ നാളെ ഈ ചിത്രത്തിൻ്റെ റിവ്യൂ കമ്മിറ്റി ഒന്നുകൂടി നാളെ ഈ മുംബൈയിൽ ചിത്രം കാണുന്നുണ്ട്. അതിനുശേഷം പ്രദർശനാനുമതി എന്നാണ് ഇന്നലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ അണിയറ പ്രവർത്തകരുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധം അവസാനിച്ചു.
പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക്. പരസ്പരം ആക്രമിക്കാതെ ഇസ്രായേലും ഇറാനും. അതേസമയം B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക. ഐക്യരാഷ്ട്രസഭയിലെ UN പ്രതിനിധി ഡൊറോത്തി ഷീയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, പശ്ചിമേഷ്യ സമാധാനം സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും പശ്ചിമേഷ്യ നിലവിൽ താൽക്കാലികമായെങ്കിലും സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതുവരെ ഒരു പൂർണ്ണമായ അവസാനം ഉണ്ടായി എന്ന് കരുതുക വയ്യ എന്നതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ സമാധാനം വന്നു എന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിരീക്ഷിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയുമുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആ സംഘർഷം ഇന്ന് ഈ 12 മണിക്കൂറുകളായി നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു 12 മണിക്കൂറിലേറെയായി വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിനുള്ള സാധ്യത, അതായത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുള്ള സാധ്യത വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ശാന്തതയിലേക്ക് പശ്ചിമേഷ്യ താൽക്കാലികമായെങ്കിലും എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് ഇറാനിലെ ബോംബറുകൾ ഉപയോഗിച്ചുള്ള B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം സംബന്ധിച്ചുള്ള വിശദീകരണം ഇന്ന് അമേരിക്ക അവിടെ UN സെക്യൂരിറ്റി കൗൺസിലിൽ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിൽ വളരെ കൃത്യമായി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നിൽ ഡൊറോത്തി ഷീ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിനിധി കൃത്യമായി അവതരിപ്പിച്ചത് പൂർണ്ണമായും ഇറാന്റെ ആണവശേഷി നശിപ്പിക്കാനായി എന്ന് തന്നെയാണ്. വലിയ തോതിൽ കേടുപാടുകൾ പറ്റി എന്നാണ് ഉപയോഗിച്ച വാക്ക് എങ്കിലും പൂർണ്ണമായും അത് തകർക്കാൻ സാധിച്ചു. ഇനി വലിയൊരു കാലഘട്ടത്തിലേക്ക് ആണവ സമ്പുഷ്ടീകരണത്തിലേക്കോ അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിലേക്കോ കടക്കാനുള്ളൊരു സാധ്യത ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് കൃത്യമായും UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക എടുക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത് ഒരു ശാശ്വത സമാധാനത്തിന്റെ സൂചനയായി നമുക്ക് കണക്കാക്കാനും സാധിക്കും. ഇക്കാര്യത്തിൽ, അതായത് ആക്രമണം സംബന്ധിച്ച പരാതികളും UN സെക്യൂരിറ്റി കൗൺസിലിൽ ലഭ്യമാകുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുകയും ഈ നിലപാടുകൾ ഈ അമേരിക്കൻ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. വലിയ തോതിൽ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ വൻതോതിലുള്ള നാശനഷ്ടം ഇറാനിലെ ഫോർഡോ ഉൾപ്പെടെയുള്ള ഫോർഡോ, ഇസ്ഫഹാൻ, അതുപോലെ നെറ്റാസ് എന്ന് പറയുന്ന ആണവായുധ ശേഷിയിലേക്ക് യുറേനിയം കൺവെർട്ട് ചെയ്യുന്ന ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിന്റെ നിശ്ചലമാക്കാൻ പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, തുടർന്ന് നടന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിലും കടുത്ത രീതിയിലുള്ള നടപടികളുടെ ഭാഗമായി മറ്റ് ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള സംവിധാനങ്ങൾ, അതായത് സപ്ലൈ ചെയിനുകളും അതിന്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങളും അത്തരത്തിലുള്ള മേഖലകൾ കൂടി തകർത്തതോടെ അടുത്ത കാലത്തൊന്നും വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങാൻ ഇറാന് സാധ്യമാകുന്ന അവസ്ഥയില്ല എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഈ വെളിപ്പെടുത്തലിന് വാർത്താ പ്രാധാന്യം പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ശക്തമായ ആക്രമണത്തിൽ B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ആണവ താവളങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന നിലപാട് കൃത്യമായി ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ദിരയും ഇരുണ്ട കാലവും, ഭരണഘടനാ ഹത്യയുടെ 50 ആണ്ട്. നമ്മുടെ ഭരണഘടന ഹത്യ ചെയ്യപ്പെട്ടിട്ട് 1/2 നൂറ്റാണ്ട് തികയുകയാണ്. സ്വതന്ത്ര ഭാരതം കണ്ട ഇരുണ്ട കാലം. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാൻ ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനും RSS പ്രചാരകനുമായ കാഭ സുരേന്ദ്രനാണ് ഉള്ളത്. അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും രാജ്യം കടന്നുപോയ ഇരുണ്ട കാലത്തെക്കുറിച്ചും ഏറെ പഠനവിധേയമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ചുമതലയും വഹിച്ചിരുന്നു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുരുക്ഷേത്ര പ്രകാശൻ MD കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ. സ്വാഗതം ശ്രീ കാഭ സുരേന്ദ്രൻ. നമ്മുടെ ഭരണഘടന ഹത്യ നടന്നിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരുപക്ഷെ അത് നടപ്പിൽ വരുത്തിയവർ തന്നെ ഇന്ന് ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങേയറ്റം വിരോധാഭാസമായ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. താങ്കൾക്ക് ആ കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാനുള്ളത്, നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, ഭരണഘടനാ ഹത്യ മാത്രമല്ല കോൺഗ്രസ് അന്ന് ചെയ്തത്.
ഭാരതമാതാവിനെ തന്നെ വധിക്കാനുള്ള ശ്രമമാണ്. ആ നിലയിൽ മാതൃഹത്യാ ദിനം എന്നുകൂടി വേണമെങ്കിൽ, കോൺഗ്രസിൻ്റെ മാതൃഹത്യാ ദിനം എന്നുകൂടി ഈ ദിനത്തെ പറയാൻ കഴിയുന്നതാണ്. ഒന്ന്, കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തെ തന്നെ അവർ ജയിലറയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. മുഴുവൻ ഭാരതത്തിനെയും അതിൻ്റെ ഇരകളാക്കി മാറ്റി. ഏതാനും ആൾക്കാരല്ല, ഇപ്പോൾ ജയിലിൽ കടന്ന് പീഡനം അനുഭവിച്ചവർ, വധിക്കപ്പെട്ടവർ, വെടിയേറ്റ് മരിച്ച നൂറുകണക്കിന് ആൾക്കാർ, ക്രൂരമായ പീഡനത്തിനിരയായ ആൾക്കാർ, അത്തരം ആൾക്കാർ അല്ലെങ്കിൽ സമരം നടത്തിയവർ മാത്രമല്ല, ഏതാണ്ട് 54 കോടി ജനങ്ങളോ മറ്റുമാണ് അന്ന് ഭാരതത്തിലുള്ളത്. ഈ 54 കോടി ജനങ്ങളെയും ഇരകളാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താൻ വേണ്ടി അവർ രാജ്യത്തിനെ ഏത് തരത്തിലും തകർത്ത് കളയും, ജനങ്ങളെ മുഴുവൻ ഏത് നിലയിലും നശിപ്പിച്ച് കളയും എന്നുള്ളതിൻ്റെ ചരിത്രപരമായ തെളിവാണ് അടിയന്തരാവസ്ഥ. വെറുതെ ഒരു രാഷ്ട്രീയം മാത്രമല്ല, കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനത്തെ അനേകം സംഭവങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി രാജ്യമല്ല അവർക്ക് വലുത്. ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഭരണഘടന മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭാരതമാതാ സങ്കല്പത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ അധികം ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സാണ്. ആ നിലയിൽ ഭാരതമാതാവിനെ തന്നെ വധിക്കാൻ അവർ ഭാരതത്തിനെ ചങ്ങലക്കിട്ടു എന്ന് പറയാം. ഭാരതമാതാവിനെ ചങ്ങലക്കിട്ട ദിനമാണിന്ന്. അപ്പോൾ ആ നിലയിൽ അവർ ഭാരതത്തിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അധികാരം നിലനിർത്താൻ, ഫാസിസം എന്ന് പറഞ്ഞാൽ ഒന്നും പോരാ. കാരണം ഫാസിസം ഒരു വ്യക്തിയുടെ താല്പര്യമായിരുന്നു ഹിറ്റ്ലറുടെ. ഇത് ഒരു വ്യക്തിയുടെ താല്പര്യമല്ല, കോൺഗ്രസിൻ്റെ താല്പര്യമാണ്. ഇന്ദിരയുടെ താല്പര്യം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ താല്പര്യമാണ് എല്ലാ കാലത്തും അധികാരവും സ്ഥാനമാനങ്ങളും തങ്ങളുടെ കൈകളിൽ നിർത്താൻ, സ്വാതന്ത്ര്യാനന്തരം അത് നെഹ്റു കുടുംബത്തിൻ്റെ കൈവശം വയ്ക്കുവാൻ അവരേത് ഹീനകൃത്യവും ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥക്കെതിരായ സമരം നടക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇന്ന് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമ്പോൾ രാജ്യം മുഴുവൻ, ഇന്നത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അവർ പറയുന്നത് അവർ ഭരണഘടന സംരക്ഷിക്കും, ഭരണഘടനയാണ് അവരുടെ വേദം, ഭരണഘടനയാണ് അവരുടെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ അതിൻ്റെ വ്യാജ കോപ്പി പോലെ ഒന്ന് പൊക്കിപ്പിടിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ്. കേരളത്തിലും ഭാരതത്തിൻ്റെ മറ്റിതര പ്രദേശങ്ങളിലും പ്രകടനങ്ങൾ നടത്തുന്നു, ഭരണഘടന ആണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഭരണഘടന തകർത്ത വേളയിൽ, ഭരണഘടനയെ ഉന്മൂലനം ചെയ്ത സന്ദർഭത്തിൽ ആ ഭരണഘടനയുടെ അവകാശങ്ങൾ അഥവാ ഭരണഘടനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പ്രഗത്ഭമായ സമരചരിത്രം, ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമെന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിൽ കൂടുതൽ ആൾക്കാരെ ലോക സംഘർഷ സമിതി, അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമര സംഘടനയാണ്, പൊതുവേദിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും, ഏതാണ്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചേർന്നിട്ടായിരുന്നു ഈ ലോക സംഘർഷ സമിതി ഉണ്ടാക്കിയത്. അതിനുവേണ്ട എല്ലാ നെറ്റ്വർക്കുകളും ഉണ്ടാക്കിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ശ്രീ ആർ ഹരിയേട്ടൻ, ഹരി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ശ്രീമതി ഇന്ദിര കോൺഗ്രസ് സർക്കാർ ഭാരതത്തെ ഡീലിങ്ക് ചെയ്തപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിനെ റീലിങ്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ തകർത്ത് അതിനെ മുഴുവൻ തടഞ്ഞു വെച്ചപ്പോൾ, ഇന്നത്തെ നിലയ്ക്ക് സോഷ്യൽ മീഡിയയോ ഇൻ്റർനെറ്റോ ഇല്ലാതിരുന്ന അക്കാലത്ത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഭാരതത്തിനെയും റീലിങ്ക് ചെയ്യാൻ കഴിഞ്ഞത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനാണ്. ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു ശ്രീ പ്രകാശ് കാരാട്ടിനോടുള്ള ഒരു ചോദ്യം. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പൊതുവേദിയിൽ സമരം നടന്നിരുന്നല്ലോ, നിങ്ങളുടെ പാർട്ടിയും സമരം നടത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൊടുത്തിരിക്കുന്നത്, അന്ന് മറ്റെല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ചേർന്നായിരുന്നു സമരം, ഞങ്ങളതിലുണ്ടായിരുന്നില്ല എന്ന് പ്രകാശ് കാരാട്ട് തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് അനുകൂലമായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണല്ലോ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത്. അന്ന് രാജ്യത്ത് ജീവിച്ചിരുന്നവരും കോൺഗ്രസ് സർക്കാരും എല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവരതുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തും, വിപ്ലവം നടത്തും, അട്ടിമറി നടത്തും എന്നൊക്കെ പേടിച്ചാണ് കോൺഗ്രസ് സർക്കാർ, ഇന്ദിരയുടെ സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെയും ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ആദ്യം പിടിച്ചവരെ മർദ്ദിച്ചു.
ആ മർദ്ദനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കും മർദ്ദനമേറ്റത്. പക്ഷേ ജൂലൈ മാസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 11 ശേഷം ഒരു സമരവും അടിയന്തരാവസ്ഥ തീരുന്നിടം വരെ അടിയന്തരാവസ്ഥക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടില്ല, CPM നടത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഭരണകൂടത്തിൻ്റെ കൂടെയായിരുന്നു, ഫാസിസത്തിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് ജനാധിപത്യം ഞങ്ങൾ സംരക്ഷിക്കും, ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും സത്യത്തിൽ അവർ പച്ച നുണയാണ് പറയുന്നത്. അവർക്ക് അധികാരം കിട്ടിയാൽ ഭരണഘടന ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യം ഉണ്ടാവില്ല. അവരിന്ന് വിളിച്ചു കൂവുന്ന ഈ മാനവികതയുണ്ടല്ലോ, അതിൻ്റെ ഒരു 1000-1 അംശം പോലും രാജ്യത്തെവിടെയും ഉണ്ടാവില്ല. കാരണം അവർക്ക് അധികാരം കിട്ടിയപ്പോൾ നാം കണ്ടതാണ്, രാജ്യത്തെ തന്നെ ജയിലറയാക്കി മാറ്റിയിരുന്നു. എത്ര ക്രൂരമായ പീഡനങ്ങളാണ്, ആക്രമണങ്ങളാണ് അവർ നടത്തിയത്. അതൊക്കെ ഇതിനു മുൻപ് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അത് പറയണം എന്ന് വിചാരിക്കുന്നില്ല. അത്തരം അനേകം സംഭവങ്ങളുണ്ട്. ഈ കേരളത്തിൽ തന്നെ നടത്തിയ സമര പോരാട്ടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. EMSനെ കാണാൻ പോയ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശ്രീ K. രാമൻപിള്ള സാർ. അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി. EMSനെ കാണാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് രഹസ്യമായി വന്ന് MLA ഹോസ്റ്റലിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചപ്പം VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മറുപടി, പോലീസ് അന്വേഷിക്കുന്ന ഒരാളെ കാണാൻ EMSന് സമ്മതമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. AK ഗോപാലൻ എഴുതിയ ഒരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചില്ല അടിയന്തരാവസ്ഥയ്ക്കെതിരെ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ദേശാഭിമാനി പത്രം പൂട്ടിപ്പോകും, തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും, അതുകൊണ്ടത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്നാണ്. ഇങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരായ സമരങ്ങളിൽ ഒരു ഇഞ്ച് പോലും, ഒരു ചുവട് പോലും വയ്ക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് മുഖ്യധാരാ പത്രങ്ങൾ 1-2 എഴുതിയിരിക്കുന്നത്. പത്രം നിറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ അഭിമുഖങ്ങളാണ്. ശ്രീ കാഭ സുരേന്ദ്രൻ, അതുകൊണ്ടാണല്ലോ നമുക്ക് കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കൊടിയ പീഡന പരമ്പരകൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് അന്ന് CPI കോൺഗ്രസുമായി ചേർന്ന് ഭരണം നിർവഹിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അതിനുശേഷം നമ്മൾ ആ കേരളത്തിലെ സാഹചര്യം അവിടെ നിന്ന് തുടങ്ങി അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസിനെ കൈവിടുകയും ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും കേരളത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കുതന്ത്രം എങ്ങനെയാണ് കേരളത്തിനകത്ത് അന്ന് തുടങ്ങി ഇപ്പോഴും ഇതുവരിങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ രാഷ്ട്രീയം നയിക്കുന്ന കോൺഗ്രസ് ഇടതു വലതു മുന്നണികളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പ്രത്യേകത, സ്വാതന്ത്ര്യ അനന്തരം ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 57-59 കാലത്തെ EMS മന്ത്രിസഭയ്ക്ക് ശേഷം പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, ആരുമായിട്ടും കൂടും എന്നുള്ളതാണ്. അധികാരം നിലനിർത്തിയാൽ മതി, അവർക്ക് ഭരണഘടനയോ ജനാധിപത്യമോ രാജ്യനന്മയോ രാജ്യത്തിൻ്റെ അഖണ്ഡതയോ പ്രധാനമല്ല. അതുകൊണ്ടാണ് ഭാരതം മുഴുവൻ ഏതാണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതിയപ്പോൾ കേരളം അതിൽ നിന്ന് വിട്ടുനിന്നു. നമ്മൾ കണ്ടതാണല്ലോ, ഏത് സന്ദർഭത്തിൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ഭീകരവാദ ആക്രമണം നടത്തുമ്പോഴും കേരളത്തിൽ ഭീകരവാദികൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതും പ്രകടനം നടത്തുന്നതും അവർക്കൊപ്പം വേദി പങ്കിടുകയും കിടക്ക പങ്കിടുകയും ചെയ്യുന്ന നീച രാഷ്ട്രീയമാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ, ഞാൻ കൃത്യമായി പറഞ്ഞാൽ 1960കളുടെ തുടക്കം മുതൽ ഈ 2025 വരെ, ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, രണ്ട് കൂട്ടരും മത്സരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? വർഗീയതവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി, മതരാജ്യം പറഞ്ഞവർക്ക് വേണ്ടി, ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി പോരാ, തീവ്രവാദം പറഞ്ഞ് അതിൻ്റെ വക്താക്കളായവരെ പങ്കിട്ടെടുക്കാൻ ഇടതു വലതു മുന്നണി മത്സരിക്കുകയായിരുന്നു. ആ പങ്കിട്ടെടുക്കലാണ്, അധികാരം മതി എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ. അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇടയ്ക്ക് വിവാദം ഉണ്ടായല്ലോ. ശ്രീ ഗോവിന്ദൻ അടുത്ത നാളിൽ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് RSSുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന്. അത് ശരിയാണ്, പിണറായി അതിനെ തിരുത്തുകയും ചെയ്തു. അത് രണ്ടും സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിണറായി പറഞ്ഞത് സഹകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM സഹകരിച്ചിരുന്നില്ല. ഗോവിന്ദൻ പറഞ്ഞത് ശരിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് മത്സരവേളയിൽ അവർ ചേർന്നു
എന്നുള്ളത് നേരാണ്. പക്ഷേ അപ്പോഴും അവർ ചേർന്നു എന്ന് പറയുന്നതും രാജ്യനന്മയെ കണക്കാക്കിയിട്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ദേശീയ രാഷ്ട്രീയത്തിനെതിരാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ. അന്ന് തൊട്ട് ഇന്ന് വരെ വർഗീയതയ്ക്കനുകൂലമാണ് ഇടതു വലത് മുന്നണികൾ. അന്ന് തൊട്ട് ഇന്ന് വരെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലവും അവർക്ക് യോജിക്കുന്നതുമായ രാഷ്ട്രീയമാണ് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രാഷ്ട്രീയ നിലപാടുകളാണ് ഇടത് വലത് മുന്നണികൾ. അതിൻ്റെ മറ്റൊരു തെളിവാണ് CIA വിരുദ്ധ സമരം. ആ സമരം നടത്തിയപ്പോഴും അവർ ചെയ്തത് എന്താണ്? അതിൻ്റെ കാലത്ത് അവർ ചെയ്തത് എന്താണ്? ഭരണഘടനയിൽ നിയമമായി കഴിഞ്ഞതാണ്. ഭരണഘടനയെ അംഗീകരിക്കുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാണ് വ്യാജ പ്രചാരണം നടത്തിയത്? ഭാരതത്തിലെ ഒരു മുസ്ലിമിനെ പോലും ബാധിക്കാത്ത ഒരു വിഷയം മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വിശേഷിച്ചും ഭാരതമെമ്പാടും കേരളത്തിൽ വിശേഷിച്ചും കലാപങ്ങൾ വരെ നടത്തി കേരളത്തിലെ രണ്ട് മുന്നണികളും. എന്ന് വെച്ചാൽ പൊതു ദേശീയതയ്ക്ക് അവരനുകൂലമല്ല, പൊതു രാഷ്ട്രീയ ജനാധിപത്യത്തിന് അവർ അനുകൂലമല്ല, അവർ ഒരിക്കലും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അനുകൂലമല്ല, എല്ലാ കാലത്തും വർഗീയതയ്ക്കും ഭീകരവാദത്തിനും അനുകൂലമാണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അവർ അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ സ്വഭാവമുള്ളത് കൊണ്ടാണ് 77 തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഈ പറയുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയല്ലോ. ഇപ്പോൾ അതിൻ്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണെന്നേ ഉള്ളൂ, പേരേ മാറിയിട്ടുള്ളൂ. മുന്നണികളുടെ പേര് മാറിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ജനുസ്, അവരുടെ ജീൻ ഒന്നാണ്. കാരണം ഇത് രണ്ടും ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് നമുക്കറിയാമല്ലോ. കോൺഗ്രസിനെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സൃഷ്ടിച്ചതും ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ജീൻ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ജീനാണ്, അവരുടെ ജനിതക ഘടനയാണ് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ളത്. എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഭാരതത്തിനെതിരായിരുന്നല്ലോ എന്നതുപോലെ തന്നെ ഇവരുടെ സ്വഭാവം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഘടകമാണ് ദേശീയ വിരുദ്ധത, ഭാരത വിരുദ്ധത എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ കാലത്തും ബ്രിട്ടീഷ് സ്വഭാവം കാണിക്കുന്ന, ദേശീയ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന, രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്ന പ്രകൃതക്കാരാണ്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായി രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനൊപ്പം നിന്നപ്പോൾ, അടിയന്തരാവസ്ഥയ്ക്കെതിരായി നിന്നപ്പോൾ കേരളം മാത്രം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി വിധി എഴുതിയത്. അതെ, ശ്രീ കാഭ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇപ്പോഴും വളരെ വിദഗ്ധമായി ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, അവരുടെ നരേറ്റീവ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെയാണ്. പുതുതലമുറയ്ക്ക് ഇവരെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ ഇങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഒരു അരനൂറ്റാണ്ട് മുൻപ് എന്തായിരുന്നു ഈ ഭാരതത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് ആശ്ചര്യമുണ്ടാകാം, അതിശയമുണ്ടാകാം, സംശയമുണ്ടാകാം. പക്ഷേ അതൊക്കെ മറനീക്കി മാറ്റിക്കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നമ്മൾ ഉൾപ്പെടെയുള്ള ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമധർമ്മത്തിനുണ്ട്. അവരത് എപ്പോഴും കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം എന്താണ് ഈ കാര്യത്തിൽ? വളരെ വ്യക്തമായി അതിലേറ്റവും പ്രധാനം, ജനാധിപത്യം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പൗരബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിനതീതമായി, വ്യക്തിപരമായ ലാഭത്തിനതീതമായി, അധികാരത്തിന് പോലും അതീതമായി രാജ്യനന്മ കാക്ഷിക്കുന്ന പൗരന്മാർ വളർന്നു വരണം. അത് വളർന്നു വരണമെങ്കിൽ കേവലം പൗരബോധം മാത്രം പോരാ, പ്രാഥമികമായി പൗരബോധവും അതിനപ്പുറത്തേക്കൊരു ദേശീയ വികാരവും കൂടി ഉണ്ടാവണം. രാജ്യത്തിന് ആപത്ത് വരുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ രക്ഷയാണ് തൻ്റെ രക്ഷയെ കഴിഞ്ഞും പ്രധാനം എന്ന് ചിന്തിക്കുന്ന തലമുറ വളർന്നു വരണം. അങ്ങനെ ഒരു തലമുറ വളർന്നു വരാതിരുന്നത് കൊണ്ടാണ്, അവരെ വളർത്തിയെടുക്കാതിരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം ഇത്തരം ആപത്തുകൾ രാജ്യം നേരിടേണ്ടി വന്നത്. അതുകൊണ്ടതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്,
ഒന്ന്, ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികളിൽ പലരും, കേരളത്തിലെയൊക്കെ ഞാനത് പേര് പറയുന്നില്ല, പല പ്രമുഖ രാഷ്ട്രീയ ഇടതുമുന്നണി കൺവീനർ, അന്നത്തെ ഇടതുമുന്നണി കൺവീനർ ഒളിച്ചോടി അടിയന്തരാവസ്ഥക്ക് കേരളം വിട്ടുപോയി. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ച് കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നത്. കോഴിക്കോടുള്ള ഒരു വലിയ പത്രസ്ഥാപനത്തിൻ്റെ ഉടമയും നേതാവും രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം. ഒളിച്ചോടി ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ പോരാട്ട വേദിയിൽ നിന്ന്, പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ചിലർ അധികാരത്തിൻ്റെ അപ്പകഷണത്തിന് വേണ്ടി പോയവരുണ്ട്. കോൺഗ്രസിൽ ചേർന്ന് മന്ത്രിസ്ഥാനം നേടിയവരൊക്കെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അടിയന്തര സാഹചര്യം വരുമ്പോൾ, രാജ്യം ആപത്തിലകപ്പെടുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കുവാൻ, രാജ്യരക്ഷ പുലർത്തുവാനുള്ള പ്രയത്നം നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായി അവർ രാജ്യസ്നേഹികളായിരിക്കണം. സർവോപരി രാജ്യസ്നേഹം, ദേശീയ ബോധം എന്ന് നമ്മൾ പറയുന്നത്, ആ ദേശീയ ബോധത്തെ തട്ടിത്തകർക്കാനും നശിപ്പിച്ച് കളയാനുമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിന് പരിഹാരമായി രാഷ്ട്രീയത്തിനതീതമായി ദേശീയ ബോധം ഉണർത്തുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും പഠനങ്ങളും ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചല്ലോ, ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും വളർന്നു വരുന്ന പുത്തൻ തലമുറയെ ജനാധിപത്യം തകർക്കുന്നത് ആരാണ്, സംരക്ഷിക്കുന്നത് ആരാണ്, ഇത് രണ്ടും പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ മാത്രം ഭരണഘടനയെയും ജനാധിപത്യത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുവാൻ എല്ലാം വലിച്ചെറിയുന്നത് എന്നുള്ള പാഠം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റവരുടെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ആ മർദ്ദനമേറ്റവർ ജീവൻ വെടിഞ്ഞും സുഖഭോഗങ്ങൾ ത്യജിച്ചും ജീവിതം മുഴുവൻ അവർ അനുഭവിച്ച ദുരിതമുണ്ട്, മരണം വരെ. അടിയന്തരാവസ്ഥ 77 കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 50 വർഷമായി ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും വേദനയും ദുരിതവും അനുഭവിക്കുന്നവരുണ്ട്. അവരതല്ല ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു? രാജ്യരക്ഷയാണ് പരമപ്രധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ അറസ്റ്റ് വരിച്ചവരുടെ കണക്കുകൾ മാത്രം പോരാ, പീഡനം അനുഭവിച്ചവരാരൊക്കെയാണ്, എന്തിന് പീഡനം അനുഭവിച്ചു, ഈ വിവരം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തെ തകർത്ത കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചരിത്രം, മുഖം, അവരുടെ മുഖം മൂടി വലിച്ചു കീറിക്കളഞ്ഞ് യഥാർത്ഥ മുഖം കോൺഗ്രസിൻ്റേത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാപട്യം, അവർ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ, സ്വാതന്ത്ര്യത്തിനെതിരെ, ജനാധിപത്യത്തിനെതിരെ അവർ നിലനിൽക്കൊണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ, ചരിത്രങ്ങൾ, യഥാർത്ഥ ചരിത്രം എന്താണെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പുതിയ തലമുറയുടെ ഉള്ളിൽ ഈ അടിയന്തരാവസ്ഥയെ അധികരിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം ആവിഷ്കരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഇന്ന് കേരളത്തിലുണ്ട്. ഈ ദുരിതം അനുഭവിച്ചവരുടെ, ജയിലിൽ കടന്ന് പീഡനം അനുഭവിച്ചവരുടെ മാത്രം ഒരു സംഘടനയാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അവർ പറഞ്ഞ മൊഴികളുണ്ട്, അവർ ലൈവായി പറഞ്ഞ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വീഡിയോ അടക്കമുള്ളത്. അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ മൊഴികൾ, മരിച്ചുപോയവരുടെ രേഖകളുണ്ട്, ആ രേഖകളൊക്കെ ചരിത്രമാക്കി മാറ്റേണ്ടതുണ്ട്. ഇന്ന് കുരുക്ഷേത്ര പബ്ലിക്കേഷന് ഒരു പുസ്തക പ്രകാശനം നടത്താൻ പോകുകയാണ്. ആദരണീയനായ കേരള ഗവർണറാണ് സെനറ്റ് ഹാളിൽ വെച്ച് വൈകുന്നേരം 5:30 അത് പ്രകാശനം നടത്താൻ പോകുന്നത്. അത് ഈ പീഡനം അനുഭവിച്ചവരുടെ രേഖകളാണ്, അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഡോക്യുമെൻറ്റേഷനാണ്. അത്തരം ഡോക്യുമെൻറ്റേഷൻ നടത്തിക്കൊണ്ട് ആ ഡോക്യുമെൻ്റ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്, ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് ഒരു കൈപ്പുസ്തകമായി മാറണം ഈ പുസ്തകം. ഇത്തരം ചരിത്രങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുകയോ ഗവേഷണം നടത്തുകയോ ചെയ്യാൻ പോകുന്നവർക്ക് അടിയന്തരാവസ്ഥ ചരിത്രം യഥാതഥമായി കിട്ടേണ്ടതുണ്ട്. ആ നിലയിൽ അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ ചരിത്രം, ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഈ ജനാധിപത്യ സംരക്ഷണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്നലെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പം വായിച്ച ഒരു പുസ്തകത്തിൽ ശ്രീധരൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാൻ വായിക്കുകയും കേൾക്കുകയും ഇതുവരെ ചെയ്തിരുന്നത് ലക്ഷക്കണക്കിന് ഹരിജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ വന്ധ്യംകരണം നടത്തിയിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി, അദ്ദേഹം പാർലമെൻറ്റിലില്ല, MLA അല്ല, കോൺഗ്രസിൻ്റെ നേതാവല്ല, ഒന്നുമല്ല. വലിയ ക്രൂരത, ലക്ഷക്കണക്കിന് ഈ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വംശഹത്യ നടത്തിയ ചരിത്രമുണ്ട് അടിയന്തരാവസ്ഥയുടെ ക്രൂര നാളുകളിൽ.
അത് മാത്രമായിരുന്നില്ല എന്ന ഇന്നലെ വായിച്ചത്. ഈ ധവള വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി, പുതിയ തരം പശുക്കളെ വളർത്താൻ വേണ്ടി, ജനങ്ങളെ അത് സ്വീകരിപ്പിക്കാൻ വേണ്ടി, വടക്കൻ ഭാരതം സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ, നാട് മുഴുവൻ കന്നുകാലികളുണ്ടോ, പശുക്കളുണ്ടായിരിക്കും. ഓരോ ആൾക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. വൈകുന്നേരം അത് കൂട്ടിൽ കയറും. ഈ പെരുവഴിയിലും നാട്ടിലും ഉണ്ടായിരുന്ന മുഴുവൻ പശുക്കളെയും കാളകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വന്ധ്യംകരണം നടത്തിയ ചരിത്രം ഈ ശ്രീധരൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെ വരെ വന്ധ്യംകരണം നടത്തിയ, 10,000-കണക്കിന് കാളകളെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തി എന്ന് പറയുമ്പം എന്തൊരു നീചമായ രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. ഈ ചരിത്രം ഭാവി തലമുറ അറിയണ്ടേ? ഈ ചരിത്രം പുത്തൻ തലമുറ അറിയണ്ടേ? ഈ ചരിത്രം എല്ലാ വർഷവും തുടർച്ചയായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യ സംരക്ഷണത്തിന് അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ടത് പ്രസംഗത്തിൽ പോരാ, രേഖയിൽ വേണം, പുസ്തകങ്ങളിൽ വേണം, ഗവേഷണങ്ങളിൽ വരണം, ദൈനംദിന ചർച്ചകളിൽ വരണം. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമുള്ള നിരന്തര ചർച്ചകളിൽ അടിയന്തരാവസ്ഥ, കോൺഗ്രസിൻ്റെ അധികാരക്കൊതിയും അടിയന്തരാവസ്ഥയുടെ ക്രൂരപീഡനങ്ങളും ജനാധിപത്യത്തിൻ്റെ ഹത്യയും മാതൃഹത്യയടക്കമുള്ള ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കുക തന്നെയാണ് ഇതിന് വളരെ പ്രധാനമായി ഇനി അങ്ങോട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മാത്രമേ ദേശീയ ബോധവും രാജ്യസ്നേഹവും പൗരബോധവുമുള്ള തലമുറയെ വളർത്തിയെടുക്കുക മാത്രമാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുവാനുള്ള യഥാർത്ഥ വഴി. ശ്രീ കാഭ സുരേന്ദ്രൻ, അതോടൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടി താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? നമുക്കറിയാം, ഒരുപക്ഷെ ഈ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടം അതിൽ നിന്ന് കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ച. കേരളത്തിനകത്ത് കൂടുതൽ ശാഖകൾ വരുന്നു, കൂടുതൽ യുവാക്കൾ ഇതിൽ ആകൃഷ്ടരായി ശാഖയിലേക്ക് വരുന്നു, RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരു കരുത്താർജിച്ച പ്രസ്ഥാനമായി മാറുന്ന ഒരു കാഴ്ച കൂടിയല്ലേ നമുക്ക് ഈ അടിയന്തരാവസ്ഥ കാലത്ത് കാണാൻ കഴിഞ്ഞത്? അതുകൂടി താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? അത് വളരെ കൃത്യമായ ഒരു കണക്ക് തന്നെയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് കേരളത്തിൽ ഏതാണ്ട് 700-ലധികം ശാഖകളാണുള്ളത്. RSSൻ്റെ ശാഖകൾ ആണല്ലോ അതിൻ്റെ സംഘടന എന്ന് പറയുന്നത്. 700-ലധികം ശാഖകളാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ്, 75-ന് മുൻപുള്ളത്. അതേസമയം 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 1500-ലധികം ശാഖകളായിട്ട് മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ യുവജനങ്ങൾ, അതുവരെയുള്ള യുവജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ധരിച്ചിരുന്നത് എപ്പോഴും പുരോഗമനപരമായ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണല്ലോ തെറ്റിദ്ധരിച്ചിരുന്നത്. അവരെ അങ്ങനെ കപടമായി ധരിപ്പിച്ചു വെച്ചിരുന്നത്. കള്ളച്ചരിത്രത്തിലൂടെ, വ്യാജമായ നരേറ്റീവുകളിലൂടെ അവരെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ വലിയ വിപ്ലവം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, യുവജനങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം തങ്ങളെ നയിക്കും എന്നൊക്കെ വിചാരിച്ച് വലിയ പ്രതീക്ഷയോടെ രക്തത്തിളപ്പുള്ള യുവജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഒരു സമരം പോലും നടത്താതെ CPMൻ്റെ പ്രബലമായ നേതാക്കന്മാർ മുഴുവൻ കുണ്ടിലൊളിക്കുകയും രാജിവെക്കുകയും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ രാജിയാവുകയും ചെയ്ത വേളയിൽ ഈ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നത്, അറസ്റ്റ് വരിക്കാൻ വെറുതെ പോയി പോലീസ് വരുമ്പോൾ അങ്ങ് അറസ്റ്റ് വരിക്കുകയല്ല. RSS കൊടുത്തിരുന്ന, ലോക സംഘർഷ സമിതിയുടെ നേതാക്കന്മാർ കൊടുത്തിരുന്ന നിർദ്ദേശം അറസ്റ്റ് ഇങ്ങനെ ഒറ്റ രഹസ്യമായിട്ട് വേണമല്ലോ എത്താൻ കളക്ട്രേറ്റിൻ്റെയൊക്കെ മുമ്പിൽ. അവിടെ എത്തിയാൽ 10-11 പേരുള്ള ബാച്ചുകളായി ഒരു ബാച്ച് ലീഡർ ഉണ്ടാവും, അവർ കാലേ കൂട്ടി എത്തിയിട്ടുണ്ടാവും. അതെല്ലാം അങ്ങനെ ഒളിച്ച് നിന്ന് നിശ്ചിത സമയമാകുമ്പോൾ അവർ പെട്ടെന്ന് ഒന്നിച്ചു കൂടുകയും മുദ്രാവാക്യം വിളിക്കുന്നു, പ്രകടനം നടത്തുന്നു. നാടുനീളെ പോലീസായിരിക്കും. അങ്ങനെ പ്രകടനം നടത്തുന്ന വേളയിൽ പെട്ടെന്ന് പോലീസ് വരുന്നു. 10 പേരെ പിടിക്കാൻ 40-50 പോലീസാണ് വരിക. ലാത്തിയും തോക്കും ഒക്കെ ഉണ്ടായിരിക്കും. അത് പിടിച്ച് അവർ വരുമ്പോൾ അറസ്റ്റിന് വഴങ്ങരുത് എന്നുള്ളതാണ് ഒരു പൊതു നിർദ്ദേശം. അവർ വരുമ്പോൾ കൈകൾ കോർത്ത് കമിഴ്ന്ന് കിടക്കണം, അല്ലെങ്കിൽ ചങ്ങല പോലെ പിടിച്ച് കോർത്ത് നിൽക്കണം. ആ സമയത്ത് ലാത്തി കൊണ്ട് അടിച്ച് ലാത്തി ഒടിയുന്നിടം വരെ, എന്നിട്ടും കൈകൾ വിടുവിക്കാൻ കഴിഞ്ഞില്ല, തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിച്ച് കൈവിരലുകളും ഒക്കെ ചതച്ച് ഒടിച്ച് പറിച്ചെടുത്തിട്ടാണ് ഈ സമര പോരാളികളെ വാനിലേക്ക് വലിച്ചെറിഞ്ഞ് ജയിലറയിൽ കൊണ്ടുപോയിട്ട് വഴിനീളം മർദ്ദിച്ച് ജയിലറയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും മർദ്ദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതെല്ലാം പരസ്യമായിട്ട് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ പോലെ ഭരണഘടന ഇല്ലല്ലോ.
കോൺഗ്രസ് ഭരണഘടന തകർക്കുകയാണല്ലോ ചെയ്തത്. ഭരണഘടനയില്ല, കോടതിയില്ല, ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് ക്രൂരമായ പീഡനമാണ് നടത്തിയത്. ഇത് പരസ്യമായിട്ട് ചെയ്യുകയാണ്. ഇത് കാണുന്ന വേളയിൽ നഗരമധ്യത്തിൽ ആ നൂറുകണക്കിന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ ക്രൂരമർദ്ദനം നടത്തുമ്പോൾ ഒരു തവണ പോലും തിരിച്ചടിക്കാതെ മറ്റൊന്നും തിരിച്ചു ചെയ്യാതെ അഹിംസാ സമരം എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത വേളയിൽ ഈ രക്തം തുപ്പുന്നത് കണ്ട അവശതയുടെ വേളയിലും ബോധം മറയുന്ന വേളയിലും ഭാരതമാതാവിന് ജയ് വിളിക്കുന്ന, ഇന്നിപ്പോൾ അതൊരു ചീത്ത മുദ്രാവാക്യമായിട്ടാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവർക്ക് പറയാനുള്ളത്. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് വിളിക്കാൻ പാടില്ല. ഭാരതമാതാ ചിത്രം എന്നൊക്കെ പറയുന്ന ഒരു അപഹാസ്യമായ വൃത്തികെട്ട ഒരു സാധനമായിട്ടാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണക്കാക്കുന്നത്. അന്ന് ഭാരതമാതാവിന് ജയ് വിളിച്ച്, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് ആയിരുന്നു ഈ സമരം നടത്തുന്നത്. ഈ മർദ്ദനം പരസ്യമായി കണ്ട് തരിച്ചുപോയ യുവജനങ്ങളുണ്ട്. ആ യുവജനങ്ങൾ, പുറത്തു നിന്ന് കണ്ട യുവജനങ്ങൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ RSSകാരായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കമുള്ള ചെറുപ്പക്കാർ ജയിലിൽ വെച്ച്, ഞാൻ പറഞ്ഞില്ല ആദ്യ വേളയിൽ സമരത്തിനൊക്കെ മുന്നേ ആദ്യ വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് പല ആൾക്കാരെ നക്സലൈറ്റുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. ജയിലിൽ കിടന്ന RSS പ്രവർത്തകരോടൊപ്പം കഴിഞ്ഞ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആൾക്കാർ പലരും RSSൻ്റെ പ്രവർത്തകരായി. അവർ പുറത്തേക്ക് വരുന്നത് സ്വയം സേവകരായിട്ടാണ്. ജയിലിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി, ജയിലിലേക്ക് പോകുന്നത് ജനതാദളുകാരനായി, ജയിലിലേക്ക് പോകുന്നത് മറ്റേതെങ്കിലും അല്ലെ ഒരു നക്സലൈറ്റായി. 2 കൊല്ലമാകാറാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് RSSകാരനായി. അടിയന്തരാവസ്ഥ മാറിയപ്പോൾ അവർ എല്ലാം അവരവരുടെ നാടുകളിൽ ശാഖ തുടങ്ങി. അങ്ങനെയാണ് 750 ശാഖ 1500 ശാഖയായിട്ടൊരു ഒറ്റയടിക്ക് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് അവർക്ക് മനസ്സിലായി, കേരളത്തിലെ യുവജനങ്ങൾക്ക്, അന്നത്തെ തലമുറയ്ക്ക് മനസ്സിലായി, ഈ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തനി പേടിത്തൊണ്ടന്മാരും കൊള്ളരുതാത്തവരുമാണ്. അവരുടെ കൈകളിലുള്ള കുറേ ഗുണ്ടകളെ വെച്ച് നാട്ടുകാരെ ഭയപ്പെടുത്തുന്നതല്ലാതെ രാജ്യം രക്ഷിക്കാനോ വിപ്ലവം നടത്താനോ അവരെ കൊള്ളില്ല. വെറും നീലം ചായം പുരട്ടിയ കുറുക്കൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന യാഥാർത്ഥ്യം പുതിയ തലമുറയ്ക്ക് മനസ്സിലായി. രാജ്യത്തെ ചതിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് യുവജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവരെല്ലാം RSSനോട് ചേരുകയും പിന്നീട് ഇന്ന് വരെ 1977 മുതൽ ഈ 2025 വരെ RSSൻ്റെ ശാഖകൾക്ക് വർധനവല്ലാതെ ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. ഇവരെന്തെല്ലാം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ദളിത് വിരുദ്ധരാണ്, സവർണ ആധിപത്യം കൊണ്ടുവരുന്നവരാണ്, മനുസ്മൃതി കൊണ്ടുവരാൻ പോകുന്നവരാണ്, വടക്കേ ഇന്ത്യൻ ലോബിയാണ്, എന്തെല്ലാം ഫാസിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടും RSSനെ തകർക്കാൻ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വിചാരിച്ചിട്ട് എന്താ നടക്കാത്തത്? അത് നടക്കാത്തതിൻ്റെ കാരണം യാഥാർത്ഥ്യം എന്തെന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ കേരളത്തിലെ വിശേഷിച്ചും RSSനെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായിരുന്നു അതിൻ്റെ മുന്നേറ്റത്തിൽ. അനേകം ജനങ്ങൾ, ഞാൻ പറയാം, ഇപ്പോൾ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ MB മന്മഥനായിരുന്നു. അദ്ദേഹം വെച്ച 2 നിബന്ധനയായിരുന്നു. ഞാൻ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ 2 നിബന്ധന. ഒന്ന്, ഈ സമരം 100% അഹിംസാ സമരമായിരിക്കണം. 2, അങ്ങനെ അതിനിടയിൽ എന്തെങ്കിലും ഒരു നിസാര അക്രമം കാണിച്ചാലും എനിക്കത് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ സംഘർഷ സമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അത് അംഗീകരിച്ചിട്ടാണ് സമരം നടത്തിയത്. തെരുവിൽ ചുവരുകളിൽ നക്കിത്തുടപ്പിച്ച ചരിത്രമുണ്ടല്ലോ. അടിയന്തരാവസ്ഥക്കെതിരായി മുദ്രാവാക്യം എഴുതിയിട്ടുള്ള പട്ടണ നടുവിലെ കൽഭിത്തികളിൽ കുമ്മായം നക്കിത്തുടപ്പിച്ചിട്ടുണ്ട്. ഡ്രൈനേജിലെ ചെളിവെള്ളത്തിൽ, വൃത്തികേടുകൾ മുഴുവൻ ഒഴുകുന്ന ഓടവെള്ളത്തിൽ തല മുക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് RSS പ്രവർത്തകരുടെ. 2 പേരെ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോയി അതിൻ്റെ നടുക്ക് മറ്റൊരു ചങ്ങലയിട്ട് പിടിച്ച് നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മർദ്ദിച്ച് അവരെ ഇടയ്ക്ക് വലിച്ച് തമ്മിൽ അടിച്ചവർ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട്. അതിനീചമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലില്ല. സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരാളും കേരളത്തിൽ വേറെ ഇല്ല, RSS പ്രവർത്തകരൊഴിച്ച്.
അതുകൊണ്ട് അടിയന്തരാവസ്ഥ വേളയിൽ കേരളത്തിൽ വിശേഷിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ഉണ്ടല്ലോ, ആ ചരിത്രമൊന്നും മറന്നു വെക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അനിയനെയൊക്കെ വളരെ ക്രൂരമായി ലോറൻസ് ഫെർണാണ്ടസ് അതിനീചമായി മർദ്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെയൊക്കെ. കേരളത്തിൽ പക്ഷേ ഈ മർദ്ദനം സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലുള്ളവർ മാത്രമായിരുന്നു. അത് നടത്തിയ മറ്റാരുമില്ല എന്നുള്ളത് RSS പ്രവർത്തകരുടെ, ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓരോ ആൾക്കാരുടെയും മൊഴികളുണ്ട്. ഓരോ സമരത്തിൻ്റെയും ഞാൻ ഈ പറഞ്ഞ ഇന്ന് പ്രകാശനം നടത്താൻ പോകുന്ന പുസ്തകത്തിൽ ഏത് ദിവസം ആരുടെ നേതൃത്വത്തിൽ ഏത് സമയത്ത് സമരം നടത്തിയെന്ന ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് കൃത്യമായി. ആ സമര പോരാളികൾ അനുഭവിച്ച പീഡനം ചെറുതല്ല. ആ പീഡനം കണ്ട യുവജനങ്ങളാണ്, വിശേഷിച്ചും വിദ്യാസമ്പന്നരായവർ ആണ് RSSൻ്റെ ശാഖകളിലേക്ക് ഒഴുകുകയായിരുന്നു എന്ന് പറയാം. ആ ഒഴുക്കാണ് അന്ന് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകളിലേക്ക് യുവജനങ്ങൾ, കൊള്ളാവുന്നവർ, സംസ്കാരമുള്ളവരൊക്കെ RSSൻ്റെ ശാഖകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് തൊട്ടിന്ന് വരെ മദ്യപാനികളും ഗുണ്ടകളും അക്രമകാരികളും കൊള്ളക്കാരുമൊക്കെ മറ്റ് രണ്ട് മുന്നണികളിലേക്കും, കാരണം അവർക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പോകണം. RSSൻ്റെ വളർച്ചയുടെ നിർണായകമായ വേളയാണ് അടിയന്തരാവസ്ഥ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതെ, തീർച്ചയായും ശേഖാബ സുരേന്ദ്രൻ. അതുകൊണ്ടാണല്ലോ RSSലേക്ക് ഒഴുകിയ ആ യുവത്വത്തെ കണ്ട് വല്ലാതെ വിറളി പൂണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അതിൻ്റെ ഫലമായിട്ടാണല്ലോ പിന്നീട് നടന്ന ധാരാളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂരിലടക്കം, അല്ലേ? അതൊരുപക്ഷെ ആ വിറളി പൂണ്ടുകൊണ്ടായിരിക്കില്ലേ ആ യുവത്വത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവരിത്രയും നീചമായി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിട്ടത്? അത് തന്നെയാണ് എൻ്റെ കാരണം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും. കാരണം തങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാരെല്ലാം RSSലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ രക്തത്തിലുള്ള ഒരു സ്വഭാവമാണല്ലോ തങ്ങളുടെ എതിരാളികൾ എന്നുള്ളത് കമ്മ്യൂണിസത്തിലില്ല. ശത്രുക്കളേ ഉള്ളൂ, വർഗശത്രുക്കൾ. ഒന്നുകിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ ശത്രുക്കൾ. ഈ നിലയിലാണ് അവരുടെ തത്വശാസ്ത്രം തന്നെ. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ RSSലേക്ക് ചെറുപ്പക്കാർ ഒഴുകുന്നത് കണ്ടപ്പോൾ, അതെല്ലാ തരത്തിലും ഉള്ളവർ, പാവപ്പെട്ടവർ, കൂലിപ്പണിക്കാരുടെ മക്കൾ, കോളേജിൽ പഠിക്കുന്നവർ, യൂണിവേഴ്സിറ്റികളിലുള്ളവരൊക്കെ പോകുന്നത് കണ്ടപ്പോൾ തടയാൻ മറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിലില്ലല്ലോ. അവരുടെ കൈകളിലുള്ളത് കൊടുവാളും ബോംബും മാത്രമാണ്. അതുകൊണ്ട് അത് വേറെ, ഇപ്പോൾ അവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് തടയാൻ പാടുണ്ടോ? അവർ ചെയ്തത് RSSൻ്റെ ശാഖകൾ ആക്രമിക്കുക, വെറുതെ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടാക്കുകയല്ല, നേരെ ശാഖകൾ ആക്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ശാഖകളിൽ ആക്രമിച്ചിട്ടാണ് പലരെയും കൊന്നിട്ടുള്ളത്. പലരും സംഘത്തിൻ്റെ ബലിദാനികളായിട്ടുള്ളത്, രക്തസാക്ഷികളായിട്ടുള്ളത് ശാഖകളിൽ ആക്രമിച്ചിട്ടാണ്. സ്വയം സേവകരുടെ വീടുകളിൽ അങ്ങനെ ഒരു കൊലപാതക കേസിലെ പ്രതിയാണല്ലോ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരി എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അത് കേരളം മുഴുവൻ അറിയുന്നതാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തി കേരളം മുഴുവൻ, ഒന്നല്ല, ഈ സ്പോർട്സിലൊക്കെ ഗോളടിക്കുമ്പോൾ എണ്ണം പറയുന്നത് പോലെ ആയിരുന്നില്ലേ ഓരോ നാളിൽ, വിശേഷിച്ച് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ. അവർക്കെങ്ങനെ സഹിക്കും? പാർട്ടി ഗ്രാമമെന്ന് പറഞ്ഞെന്നാൽ ഒരു കമ്മ്യൂണാണ്, അതിനുള്ളിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കും, അവിടുത്തെ പോലീസ് തലവൻ. അവർ പറയുന്നത് പോലെ ജനങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം, ജീവിച്ചു കൊള്ളണം. അവർ എന്ത് പറയണമെന്നോ അത് ചെയ്തു കൊള്ളണം. ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ പോയിക്കൊള്ളണം, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. വീടിന് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ് പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ചെറുപ്പക്കാർ ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ഈ കെട്ട പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകളിലേക്ക് വരികയായിരുന്നു. അതിനെ തടയാൻ അവർ ആദ്യം കുപ്രചരണം, അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി, നുണപ്രചാരണം. അവൻ പെണ്ണുപിടിയനാണ്, കള്ളുകുടിയനാണ്, കള്ളനാണ്, കുഴപ്പക്കാരനാണ് എന്നുള്ള സ്ഥിരം അവരുടെ പ്രചാരണം അവർ നടത്തും. ജോലിയുള്ളവരാണെങ്കിൽ കള്ളക്കേസ് കൊടുക്കും. അവർ ഭരിക്കുകയാണെങ്കിൽ ആ കള്ളക്കേസിൽ പിടിച്ച് ജയിലിലിടും, ജോലി നഷ്ടപ്പെടുത്തും. അതല്ലെങ്കിൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തും, ഭാര്യയും ഉണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തും. മകൻ മരിക്കും, മകനെ മരിക്കാൻ വിടുകയാണോ എന്ന് ചോദിക്കും. പ്രവർത്തകരുടെ വീടുകളിൽ കൊണ്ട് റീത്ത് വെക്കും. നാട്ടിലെമ്പാടും കൊലവിളി മുദ്രാവാക്യം നടത്തും, എഴുതി വെക്കും, ഇത്രാം തീയതി നിൻ്റെ അന്ത്യമാണ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ നിരന്തരമായി ഭയപ്പെടുത്തും. സാമാന്യമായ
മനക്കരുത്തില്ലാത്തവരൊക്കെ ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയപ്പെടാതെ പോലും RSSൻ്റെ ശാഖകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോവുക മാത്രമല്ല, അത്തരം ശാഖകൾ സംഘടിപ്പിക്കുന്നവർ ഇവർ ചെയ്ത പണിയതാണ്. വെറുതെ ശാഖയിൽ പോകുന്ന ഒരാളെ അല്ല. കണ്ണൂരിലെ രാഷ്ട്രീയത്തിലും കേരളത്തിലെ പൊതുവേയും മാർക്സിസ്റ്റുകാർ കൊന്നതിൻ്റെ കണക്കെടുത്താൽ അവർ കൊന്നിട്ടുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാരെയാണ്, പ്രവർത്തകരെയാണ്, ഭാരവാഹികളെയാണ്. ജില്ലാ ചുമതലയുള്ളവർ, താലൂക്കിൻ്റെ ചുമതലയുള്ളവർ, അല്ലെങ്കിൽ ശാഖ നടത്തുന്ന മുഖ്യശിക്ഷകന്മാർ. വെറുതെ ഏതെങ്കിലും ആൾക്കാരെ അല്ല അവരാക്രമിക്കുന്നത്. കാരണം നേതാവിനെ കൊന്നാൽ അനുയായികൾ ഭയപ്പെട്ടു പോകും എന്നുള്ളതാണല്ലോ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പാഠം. അവർക്കറിയില്ലല്ലോ RSS പ്രവർത്തകർ ഓരോരുത്തരും നേതാക്കന്മാരുമാണ്, ഓരോരുത്തരും അനുയായികളുമാണ്. ഒരേ സമയം അവർക്ക് ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്, ഒരേ സമയം അവർ സേവകരുമാണ്. അതുകൊണ്ട് ഒരു മുഖ്യശിക്ഷകൻ പോയാൽ അടുത്തയാൾ മുഖ്യശിക്ഷകനാവും. ഒരു പ്രചാരകനെ ഉന്മൂലനം ചെയ്താൽ അടുത്തയാൾ പ്രചാരകനാവും. അറിയാമല്ലോ, പന്ന്യന്നൂർ ചന്ദ്രൻ ചേട്ടന് കൊല്ലപ്പെട്ടപ്പോൾ അന്ന് പ്രതിജ്ഞ എടുത്ത് വന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ. അന്ന് യുവമോർച്ചയുടെയും RSSൻ്റെയൊക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന യുവാക്കൾ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരാളെ ഉന്മൂലനം ചെയ്തപ്പോൾ 100 പേർ ഉയർന്നു വരുന്ന ഒരു ആദർശമാണ് RSSൻ്റേത് എന്നറിയാത്ത പടുവിഡ്ഢികളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അതറിയാത്തത് കൊണ്ടാണ് അവർ കൊന്നു തീർക്കാം RSSനെ എന്നവർ വിചാരിച്ചത്. പ്രത്യയശാസ്ത്രം കൊണ്ട്, ആദർശം കൊണ്ട് അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന അടിയന്തരാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പക്ഷേ അതിനപ്പുറം പിന്നെ പിടിച്ചു നിൽക്കാൻ അക്രമം കൊണ്ട് ഭയപ്പെടുത്തി RSSനെ ഇല്ലാതെയാക്കാം, RSSലേക്കുള്ള ഒഴുക്ക് തടയാം എന്നവർ വിചാരിച്ചു. അത് നടന്നില്ല. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. തീർച്ചയായും അവരുടെ അക്രമ രാഷ്ട്രീയത്തിന് നിരവധി പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. അതോടൊപ്പം ശ്രീ കഫ സുരേന്ദ്രൻ, അവസാനമായി ഇന്ന് കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടി ഏതാനും ചില വാക്കുകൾ. കൃത്യമായി അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം വിശദമാക്കുന്നു, അതിനുള്ളിൽ ചരിത്രം വിശദമാക്കുന്നു, അമ്മമാരുടെ ത്യാഗം വിശദമാക്കുന്നു. അങ്ങനെ ധാരാളം സത്യസന്ധമായ വസ്തുതകൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടി ഏതാനും വാക്കുകൾ. ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാവുന്ന ഒരു പ്രധാന കാര്യം, ഈ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ അന്ന് വാർത്താമാധ്യമങ്ങളോ ഇന്നത്തെ പോലെ ഒരു പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് പകരമായി RSS ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു ലഘുലേഖയുണ്ട്. കുരുക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. 3 തരം ലഘുലേഖയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജനങ്ങളെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ക്രൂരതകളും മറ്റ് രാഷ്ട്രീയ വിവരങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള പൊതു വാർത്താ പത്രിക, അതിൻ്റെ പേരാണ് കുരുക്ഷേത്രം. മറ്റൊന്ന്, ജയിലിൽ കിടക്കുന്നവർക്ക് രഹസ്യ വിവരങ്ങൾ എത്തിക്കാൻ, അവരിൽ നിന്ന് രഹസ്യം പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സെല്ലുലാർ എന്ന് പറയുന്ന ഒരു രഹസ്യരേഖ. ഇതെല്ലാം രഹസ്യരേഖകളാണ്. മൂന്നാമതൊന്ന്, ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്ന, ഈ പ്രവർത്തനങ്ങളുടെ നെറ്റ്വർക്ക് കോർഡിനേറ്റ് ചെയ്യണമല്ലോ, അത് നടത്തുന്ന അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകർക്ക് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറുവാനുമുള്ള സുദർശനം. ഇങ്ങനെ 3 പത്രികയായിരുന്നു. ഈ വാർത്താ പത്രികകൾ തയ്യാറാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ പത്രികയുടെ പേരാണ് കുരുക്ഷേത്രം. അതിൻ്റെ പേരിലാണ് പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSൻ്റെ ഈ പബ്ലിക്കേഷൻ വിഭാഗത്തിന് കുരുക്ഷേത്രം എന്ന് പേര് കൊടുക്കാനും കാരണം. ആ കുരുക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധീകരണം അഥവാ അത് അച്ചടിക്കുമ്പോൾ ലോക സംഘർഷ സമിതിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് RSSൻ്റെ പ്രവർത്തകർ തീരുമാനിച്ച് നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഒരു സത്യത്തിൻ്റെ 100% സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും കുരുക്ഷേത്രത്തിൽ വാർത്തയായി കൊടുക്കാൻ പാടില്ല. ജനങ്ങളെ ആകർഷിക്കാൻ, മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെയോ പ്രമുഖ വ്യക്തികളെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്ന് അന്ന് കർശന നിർദ്ദേശമായിരുന്നു. 100% ഉറപ്പുള്ള, നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കുരുക്ഷേത്രം എന്ന പത്രികയിലൂടെ പ്രചരിപ്പിക്കാവൂ എന്ന് അന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. അതനുസരിച്ചാണ് അന്ന് ആ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ പറഞ്ഞത് അതേ കാര്യമാണ് ഇപ്പോൾ ഇന്നിറക്കുന്ന പുസ്തകത്തിലും. ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും, ഇന്ന് ഞാൻ പറഞ്ഞില്ല, മുഖ്യധാര പത്രങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയക്കാരുടെ ഉടമസ്ഥതയിലോ അവർക്ക് വേണ്ടിയുള്ളതോ ആയ വാർത്താപത്ര മാധ്യമങ്ങളാണ്. അവരൊക്കെ ഇന്ന് പത്രം നിറയെ കള്ളച്ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. ആ കള്ളച്ചരിത്രത്തിനപ്പുറം സമരം നടത്തിയ ഓരോ നാട്ടിലെ വ്യക്തികളാരാണ്,
വെറുതെ കുറേ പേരുകൾ, രാമകൃഷ്ണൻ ഗോവിന്ദൻ എന്ന പേരുകളല്ല. ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലെ ഇന്നയാൾ, ഇന്ന പ്രായമുള്ളയാൾ എന്ന് പറഞ്ഞ് 7000-ലധികം ആൾക്കാർ കേരളത്തിൽ ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ 7000-ലധികം വ്യക്തികൾ സമരത്തിൽ പങ്കെടുക്കുകയോ അറസ്റ്റ് വരിക്കുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ട്. അവരുടെ മുഴുവൻ പേരുകളും വിവരങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അതെ, തീർച്ചയായും അതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ കഫ സുരേന്ദ്രൻ, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന്. നമസ്കാരം. നവതി പിന്നിട്ടിട്ടും ആതുര സേവന രംഗത്ത് കർമ്മനിരതനായ ഒരു ഡോക്ടറെ പരിചയപ്പെടാം ഇനി. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധൻ എന്നതിനപ്പുറം കച്ചവട സംസ്കാരം പിടിമുറുക്കിയ വൈദ്യശാസ്ത്ര രംഗത്തെ വേറിട്ട വ്യക്തിത്വമാണ് ഡോക്ടർ KR രാജപ്പൻ. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി സ്ഥാപകനും വടക്കൻ പറവൂരിലെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ മുഖ്യശില്പിയുമാണ് അദ്ദേഹം. കേരളത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പരിമിതമായിരുന്ന കാലത്താണ് തൃശൂരിലെ കർഷക കുടുംബാംഗമായ KR രാജപ്പൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ചത്. 1954 ഒഡീഷയിലെ കട്ടക് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS നേടിയ ശേഷം പാട്നയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറിയിൽ MS നേടി. പ്ലാസ്റ്റിക് സർജറി വെറും സൗന്ദര്യ ചികിത്സയിൽ നിന്ന് വൈകല്യ നിവാരണം എന്ന നിലയിലേക്ക് ഉയർത്തിയതിനു പിന്നിൽ ഡോക്ടർ KR രാജപ്പന്റെ പങ്ക് ചെറുതല്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജനായി ജോലി ചെയ്യുന്നതിനൊപ്പം സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് സംസ്ഥാനമൊട്ടാകെ നിരവധി ക്യാമ്പുകൾ നടത്തി. സാധാരണക്കാർക്ക് പ്ലാസ്റ്റിക് സർജറി ചികിത്സയുടെ പ്രയോജനം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. പ്ലാസ്റ്റിക് സർജറി എന്ന് കേട്ടുകഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് അത് രസകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുമായിരുന്നു. മനുഷ്യർക്ക് അറിയില്ലല്ലോ എന്താ പ്ലാസ്റ്റിക് സർജറി എന്ന്. അപ്പോൾ ഇതൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്ന് ക്യാമ്പുകളൊക്കെ നടത്തുന്നത്. അന്നൊക്കെ സിനിമ ആക്ട്രീസൊക്കെ ചിലവരൊക്കെ വന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ ചിലവരൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സർജറി ചെയ്യുന്നത് എന്നുള്ള ധാരണയോട് കൂടിയാണ് അവർ വന്നിരുന്നത്. അന്നങ്ങനെ ധരിച്ച ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു, ആദ്യമായിട്ടല്ലേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റിലേക്ക് പോകുന്നത്. പ്രൈവറ്റിൽ പോകുന്നതിന് ശേഷമാണ് കേരളം മുഴുവൻ നടന്ന് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടെ കുഷ്ഠരോഗികളുടെ വൈകല്യ നിവാരണത്തിലേക്കും മേഖല വ്യാപിപ്പിച്ചു. എന്നാൽ ഇതിനുള്ള ശസ്ത്രക്രിയകൾ ആശുപത്രികളിൽ നടത്താൻ സർക്കാർ അനുവാദം നൽകാത്തതിനാൽ 1975 മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വയം വിരമിച്ചു. പിന്നീട് പാലാരിവട്ടത്ത് ചെറിയ ആശുപത്രി തുടങ്ങി. തുടർന്ന് പ്ലാസ്റ്റിക് സർജറിയുടെ എല്ലാ സാധ്യതകളും സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ 1983 എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിച്ചു. ലെപ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈകല്യമാണ്, സിവിയറായിട്ട് വൈകല്യം. അന്ന് ഇതൊരു ചികിത്സ കൂടി ഇല്ലാത്തിരുന്നൊരു കാലമായിരുന്നു. വിരലുകൾ, പിന്നെ മൂക്ക് ഇല്ലായ്മ, അങ്ങനെ പലതും ഉള്ള. അപ്പോൾ ആ സൗകര്യത്തിന് അതുമാതിരി ഇവിടെയും എറണാകുളം അടുത്തുള്ള ഒരു സ്ഥലത്തും ഇതിനു വേണ്ടി സൗകര്യം പോയി അവിടെ ചികിത്സ നടത്തുവാനുള്ള സൗകര്യം ചോദിച്ചപ്പോൾ ഗവൺമെൻറ് അതിന് പെർമിഷൻ തന്നില്ല. ഇപ്പോൾ ഇവിടെ അധ്യാപകനായിട്ടിരിക്കുകയാണല്ലോ കോട്ടയത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോകാൻ വേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതൊരു പ്രധാന കാരണമായിരുന്നു എനിക്ക് പുറത്ത് വരാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. ആദ്യം ലീവിൽ പോന്നു. പിന്നെ ഞാൻ ഉദ്ദേശമാതിരിയുള്ള ആ സർജറി ചെയ്യാൻ വേണ്ടി എന്ത് ചോദിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോയിട്ട് സർജറി ചെയ്തുകൊണ്ടിരുന്നു. അതൊരു വലിയ തരത്തിൽ ഇതിന് ഒരു ഉണർവും ഒരു ഉത്സാഹവും ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പ്രൈവറ്റ് ആശുപത്രികൾക്ക് വളരെ സന്തോഷമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലവരെല്ലാം വാസ്തവത്തിൽ സൗജന്യമായിട്ടും കൂടി ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ എല്ലാ ആശുപത്രികളും തയ്യാറല്ല. എൻ്റെ പ്രവർത്തനം ഞാൻ സൗജന്യമായിട്ട് നൽകുമായിരുന്നു. ചാരിറ്റബിൾ ട്രസ്റ്റായാണ് ആശുപത്രി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിലെ നിർധനരായവർക്കും നിരാലംബർക്കും ഇവിടെ സൗജന്യ ചികിത്സയും നൽകുന്നുണ്ട്. അതായത് ഇതൊരു ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ചാരിറ്റബിൾ ട്രസ്റ്റായത്. അപ്പോൾ അതിനുള്ള സൗകര്യം തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. കുറച്ച് പേര് എങ്ങനെയായാലും സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ആ നില അന്നും ഇന്നും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. ഓരോ വർഷം ഏകദേശം 3-4 കോടി രൂപയ്ക്കുള്ള സൗജന്യ ശസ്ത്രക്രിയ എടുക്കാൻ സാധിക്കും. ജന്മനാലുള്ളതും അപകടം വഴി സംഭവിച്ചതുമായ വൈകല്യങ്ങൾ മൂലം വീടിനുള്ളിൽ ജീവിതം തളച്ചിടേണ്ടി വന്നവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഡോക്ടർ രാജപ്പൻ പ്ലാസ്റ്റിക് സർജറിയിലൂടെ വലിയ മാറ്റത്തിന് തുടക്കമിട്ടത്. സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സൗജന്യ ഡയാലിസിസ്, സ്നേഹത്തണൽ പദ്ധതി പ്രകാരം കുട്ടികളുടെ വൈകല്യങ്ങൾ എന്നിവയ്ക്കും ചികിത്സ നടത്തുന്നുണ്ട്.
നവതി പിന്നിട്ടിട്ടും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും കർമ്മനിരതനാണ് ഡോക്ടർ രാജപ്പൻ. ജനം, കൊച്ചി. മലയാളികൾ നെഞ്ചിലേറ്റിയ അനേകം ഭക്തിഗാനങ്ങൾ രചിച്ച അതുല്യ പ്രതിഭയാണ് തങ്കൻ തിരുവട്ടാർ. 500-ൽ പരം ഭക്തിഗാനങ്ങൾക്കാണ് അദ്ദേഹം തൂലിക ചലിപ്പിച്ചത്. കഴിഞ്ഞ 30 വർഷമായി ആറ്റുകാൽ ദേവിയെ ഉപാസിക്കുന്ന തങ്കൻ തിരുവട്ടാറിന് ഭക്തിഗാനരചന ദേവിക്കുള്ള അർച്ചന കൂടിയാണ്. ആറ്റുകാൽ ദേവിയുടെ മഹാത്മ്യം ഭക്തമനസ്സുകളിൽ അലയടിക്കുന്ന ദേവീസ്തുതികളിലുണ്ട്. അതിലെപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ആറ്റുകാലമ്മ എന്ന ആദ്യ ഗാനശേഖരം തന്നെയാണ്. അമ്മയുടെ ഐതിഹ്യമറിഞ്ഞും ഭക്തിയോടെ ഉപാസിച്ചും 3 പതിറ്റാണ്ട് മുൻപ് തങ്കൻ തിരുവട്ടാർ എന്ന KP കുമാരൻ നായർ രചിച്ചതാണ് ആ നിത്യഹരിത ഭക്തിഗാനങ്ങൾ. ഭക്തിഗാനം വെച്ചാൽ ഗാനങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ ഭക്തിക്ക് പ്രാധാന്യം വന്നു. പിന്നെ ഭക്തി നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആ മനസ്സിലിരിക്കുന്ന ഭക്തിയുടെ ഒരു 75% പുറത്തു വിട്ടാൽ മാത്രമേ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആറ്റുകാൽ ദേവിയുടെ പശ്ചാത്തലം കരമന കിള്ളിയാറ്റിൽ ഞാനിങ്ങനെ ആ പ്രദേശം മുഴുവൻ നടന്ന് 2 മാസം കൊണ്ട് ആറ്റുകാലിൻ്റെ പ്രദേശത്തൊക്കെ പോയി. അങ്ങനെ ആ തെങ്ങും തോപ്പുകളും അങ്ങനെയൊക്കെ കണ്ട് വയലും ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോയതിന് ശേഷമാണ് ഞാൻ പാട്ട് എഴുതാനിരിക്കുന്നത്. പിന്നെ ത്രികാല പൂജ തൊഴുതു. സംഗീതം ആപാദമധുരമാണ്, സാഹിത്യം ആലോചനാമൃതമാണ്. ആലോചിച്ചാൽ മാത്രമേ അർത്ഥം പിടികിട്ടൂ. ആറ്റുകാൽ അമ്മ എന്ന ഗാനം ഭക്തലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഭക്തിഗാനങ്ങൾക്ക് പുറമെ കവിതകളും നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഫലം, ക്രൈം സ്റ്റോറി എന്ന സിനിമയ്ക്കും അദ്ദേഹം വരികൾ എഴുതി. ജാസി ഗിഫ്റ്റ് ആദ്യമായി ഈണമിട്ട സഫലം എന്ന ചിത്രത്തിലെ തൂവെള്ള തൂകുന്ന നിമിഷത്തിൽ എന്ന വരികളും രചിച്ചു. എഴുത്തിനു പുറമെ അഭിനയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. 1972 പുറത്തിറങ്ങിയ ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ചു. സഫലം എന്ന് പറയുന്ന സിനിമയ്ക്ക് ബാലേന്ദ്ര മേനോനും സുമിത്രയും അഭിനയിക്കുന്ന ഒരു സിനിമ. ജാസി ഗിഫ്റ്റ് കമ്പോസ് ചെയ്തതാണ് ആ പാട്ട്. തൂവെള്ള തൂവുന്ന ഉഷസിൽ എന്ന് പറയും ആ പാട്ട്. അത് കഴിഞ്ഞിട്ട് ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. KP കുമാരൻ നായർ എന്ന പേരിന് പകരം തങ്കൻ തിരുവട്ടാർ എന്ന പേര് നൽകിയത് തിക്കുറിശിയാണ്. പിൽക്കാലത്ത് ആകാശവാണി ആർട്ടിസ്റ്റായി പ്രസിദ്ധനായ തങ്കൻ തിരുവട്ടാർ 100 കണക്കിന് ഗാനങ്ങൾ ആകാശവാണിക്കായി രചിച്ചു. ഗുരുവായൂരപ്പ ഭക്തിഗാന ആൽബമായ പഞ്ചജന്യത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു ഉൾപ്പെടെയുള്ള 5 പാട്ടുകൾ, ചോറ്റാനിക്കര സുപ്രഭാതം തുടങ്ങിയ ഒട്ടേറെ ആൽബങ്ങൾക്കും ഗാനരചന നിർവഹിച്ചു. ഭക്തിഗാന മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ആദികേശവ എന്ന മുദ്രപദം ഉൾപ്പെടുത്തി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പട്ടും വളയും സമ്മാനിച്ചു. ഗാനരചന മേഖലയിലെ സംഭാവനകൾക്കായി അനേകം പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. ജനം, തിരുവനന്തപുരം. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.